الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റുക്കൂഇനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഇഅ്തിദാല്, സുജൂദ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് ഉണ്ടായ ഒന്ന് രണ്ട് സംശയങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളെ മറുപടി കേൾപ്പിക്കുകയാണ്. ഒന്നാമത്തെ സംശയം, സുജൂദ് ചെയ്യുമ്പോൾ കാലിന്റെ മടമ്പുകൾ അടുത്തു വെക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു അന്ന് അവസാനമായി പരിശോധിക്കാം എന്ന് ഉറപ്പു നൽകിയതിന് ശേഷം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരത്തെ വിശദീകരിക്കുന്ന വേളയിൽ ഇമാം ത്വഹാവി, അതേപോലെ തന്നെ ഇബ്നു ഹുസൈമ, ഹാക്കിം, ഈ മൂന്നാളുകളും അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ നബിയുടെ സുജൂദിനെ പറ്റി പറഞ്ഞെടുത്ത് യറുത്തു അഖിബൈഹി എന്ന് കാണുന്നുണ്ട്. അതായത് യറുത്തു എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക എന്നാണ്. അടുപ്പിച്ചു വെക്കുക, ചേർത്ത് വെക്കുക. അഖിബൈഹി, തന്റെ രണ്ട് മടമ്പുകാലുകൾ. അപ്പൊ സുജൂദിൽ മടമ്പുകാലുകൾ ഇങ്ങനെ വേർപ്പെടുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് നബിചര്യ മടമ്പുകൾ അടുപ്പിച്ചു വെക്കുന്നത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു വിഷയത്തിൽ പല ഹദീസുകളിലും ഈ വിഷയത്തിൽ ഒന്നും കാണാതിരിക്കുകയും എന്നാൽ ഏതെങ്കിലും ഹദീസുകളിലെങ്കിലും ഇതിനെപ്പറ്റി ഒരു പരാമർശം വരികയും ചെയ്ത സ്ഥിതിക്ക് മടമ്പുകാലുകൾ അടുപ്പിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചോദിച്ചതുകൊണ്ട് ആ വിഷയം ഒന്നുകൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. രണ്ടാമത്തെ സംശയം, റുക്കൂഇനെ സംബന്ധിച്ചും സുജൂദിനെ സംബന്ധിച്ചും ഇരുത്തത്തെ സംബന്ധിച്ചുമൊക്കെ പുരുഷന്മാർക്കുള്ള നിയമങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ റുക്കൂഇലും സുജൂദിലും ഇരുത്തത്തിലുമൊക്കെ ചില പ്രത്യേക നിയമങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഒരു വിശദീകരണം തരാമോ? ഇതാണ് രണ്ടാമത്തെ സംശയം. അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ചില ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ അങ്ങനെയുണ്ട് താനും. പുരുഷന്മാർ റുക്കൂഇ ചെയ്യുമ്പോൾ കൈകളിങ്ങനെ വാരിയലിനോട് ചേർത്ത് പിടിക്കാതെ അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് കാൽമുട്ടിന്മേൽ കൈവെക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോഴും കൈ അകറ്റിപ്പിടിക്കണം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ രണ്ട് കൈമുട്ടുകളും അവരുടെ മാറിന്റെയും വയറിന്റെയും ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റുക്കൂഇ ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത് എന്നൊക്കെ ചില കർമ്മശാസ്ത്ര കിതാബുകളിൽ കാണുന്നുണ്ടെങ്കിലും ഹദീസിന്റെ പിൻബലം അവക്കില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെയായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതിൽ ഒരൊറ്റ ഹദീസിലും സ്ത്രീകൾ ഇതിൽ നിന്ന് വ്യത്യാസമാണെന്നോ ഏതെങ്കിലും നമസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്ത്രീകൾക്ക് വ്യത്യാസമുണ്ടെന്നോ പ്രവാചകൻ പഠിപ്പിച്ചു തരികയോ സ്വഹാബാ കിറാം അങ്ങനെ മനസ്സിലാക്കി സ്വഹാബ വനിതകൾ അങ്ങനെ നിർവഹിക്കുകയോ ചെയ്തതായി തെളിവുകളിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട്
നിസ്കാരത്തിന്റെ രൂപത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരേ രൂപമാണ്, മറ്റ് വ്യത്യസ്ത രൂപം കൽപ്പിക്കലെല്ലാം തെളിവിന്റെ പിൻബലമില്ലാത്ത വാദങ്ങളാകുന്നു എന്നാണ് പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ചില ഹദീസുകളിൽ ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഒരു അധ്യായം കൊടുത്തിട്ട് തന്നെ അത്തഹിയാത്തിനുള്ള ഇരുത്തത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്തും സാധാരണ ചിലർ പറയാറുണ്ട്, പുരുഷന്മാര് അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവർ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന അതേ മോഡൽ തന്നെ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന മോഡൽ തന്നെയാണ് എപ്പോഴും ഇരിക്കേണ്ടത് എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. വാസ്തവത്തിൽ ഇമാം ബുഖാരി ഈ അധ്യായത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മു ദർദ എന്നു പേരുള്ള ഒരു കർമ്മശാസ്ത്രത്തിൽ വളരെയധികം പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സഹാബ വനിത, അവരുടെ നമസ്കാരത്തിൽ പുരുഷന്മാരിരിക്കുന്ന അതേപോലെ തന്നെയായിരുന്നു അവർ ഇരുന്നിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ അവർ പുരുഷന്റെ നമസ്കാരത്തെ അപേക്ഷിച്ച് അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് എന്ന് അവർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ നിസ്കാരത്തിന്റെ രൂപത്തിൽ തുല്യമാണ്, പ്രത്യേക നിയമങ്ങളൊന്നും സ്ത്രീകൾക്ക് നിസ്കാരത്തിന്റെ രൂപത്തിൽ സഹീഹായ പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഞാൻ എന്റെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ 2 സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സുജൂദിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കേണ്ടതുണ്ട്. ഈ ഇരുത്തത്തിൽ തുമഇനീനത്ത് വേണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അടക്കം വേണം, ധൃതി കാണിക്കരുത്. അത് റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും ഒക്കെ ഇസ്ലാം കണിശമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള തത്വമാണ്. തുമഇനീനത്ത് വേണം, അടക്കവും ഒതുക്കവും വേണം. ഇത് പറയാൻ കാരണം ചില മദ്ഹബിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, ഉദാഹരണമായി അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഈ മദ്ഹബിന്റെ അനുയായികളായ ഹനഫികൾ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും സുജൂദിൽ നിന്ന് ഉയർന്ന് ഇടയിലെ ഇരുത്തത്തിലുമൊന്നും തുമഇനീനത്ത് പാലിക്കാറില്ല. നിങ്ങൾ പള്ളികളിൽ കാണാറുണ്ടാവും. പല ആൾക്കാരോട് ചോദിച്ചാൽ ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാണെന്ന് അവർ പറയും ചെയ്യും. അപ്പൊ സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നിൽക്കലും പെട്ടെന്ന് സുജൂദിലേക്ക് പോകലും, സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്ന് ഒരു ഇത്തിരി ഇരിക്കാൻ പോലും ഉള്ളത് കാണിക്കാതെ പെട്ടെന്ന് തന്നെ സുജൂദിലേക്ക് വീണ്ടും പോവുകയും ചെയ്യുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയതാണ്. പിന്നെ ഹനഫി മദ്ഹബിലെ അഭിപ്രായമുണ്ട്, സുന്നത്ത് നിസ്കാരത്തിൽ ഇത് ബാധകമല്ല, അത് ഫർളിലാണ്. അതിനും ഇസ്ലാമിൽ തെളിവില്ല. ഫർളായ നിസ്കാരാണെങ്കിലും സുന്നത്തായ നിസ്കാരാണെങ്കിലും രൂപങ്ങളൊക്കെ തുല്യമാണ്. സുന്നത്താണെങ്കിൽ ഇതൊക്കെ കുറവ് വരുത്താമെന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടയിലെ ഇരുത്തത്തിലും തുമഇനീനത്ത് അത്യാവശ്യമാണ്. സഹിഹായ ഹദീസുകൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ഒരാളുണ്ട് നമസ്കരിക്കുന്നു. അയാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് നബിക്ക് സലാം പറഞ്ഞു. ഇത് സഹിഹായ ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത വളരെയധികം പ്രശസ്തിയാർജിച്ച പ്രബലമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോയിട്ട് വീണ്ടും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവ ഈ മനുഷ്യൻ പോയി വീണ്ടും നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു വന്ന് നബിക്ക് സലാം ചൊല്ലിയപ്പോൾ നബി പിന്നെയും പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോ, നിസ്കാരം ശരിയായിട്ടില്ല, വീണ്ടും നിസ്കരിക്കണം. അദ്ദേഹം പോയി വീണ്ടും നിസ്കരിച്ചു വന്നപ്പോൾ നബിനോട് പറഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു, ശരിയായിട്ടില്ല, പോയി നിസ്കരിക്കണം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, നബിയെ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അഹ്സന ഗൈറഹു, നബിയെ ഇതിലപ്പുറം ഒരു നല്ല നിസ്കാരം എനിക്ക് അറിഞ്ഞൂടാ, ഫഅല്ലിംനി, എനിക്ക് പഠിപ്പിച്ചു തരൂ, എങ്ങനെയാണ് ശരിയായ നിസ്കാരം. ഫഖാല, അവൻ നബി പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആനി, പിന്നെ നിനക്കറിയാവുന്ന ഖുർആൻ ഓതുക. വേറെ റിപ്പോർട്ടിൽ കാണാം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നിനക്കറിയാവുന്ന ഖുർആൻ ഓതുക. സുമ്മ റകഅ ഹത്താ തത്മഇന്ന റാക്കിയൻ, പിന്നെ നീ റുകൂയിലേക്ക് പോവുക. ഏതുവരെ? റുകൂയിൽ തുമഇനത്ത് വേണം, അടങ്ങി അവിടെ കുറച്ചേരം നിൽക്കുക. സുമ്മ റഫഅ, പിന്നീട് റുകൂയിൽ നിന്ന് ഉയരുക. ഹത്താ തഅ്തദില ഖായിമൻ, നേരെ ചൊവ്വേ നിൽക്കാവുന്ന സമയം വരെ, ശരിക്കൊന്ന് നിൽക്കാനുള്ള സമയം കാണണം, അങ്ങനെ അടങ്ങി നിൽക്കുക. സുമ്മ സ്ജുദ് ഹത്താ തത്മഇന്ന സാജിദൻ, പിന്നെ നീ സുജൂദിലേക്ക് പോവുക. എങ്ങനെ? സുജൂദിൽ നീ അടങ്ങിക്കഴിയണം. സുമ്മ റഫഅ ഹത്താ തത്മഇന്ന ജാലിസൻ, പിന്നെ സുജൂദിൽ നിന്ന് ഉയർന്ന ഇടയിലെ ഇരുത്തത്തിൽ തുമഇനീനത്തിൽ അടക്കി അവിടെ നിൽക്കുക, നേരെ അവിടെ ഇരിക്കുക. സുമ്മ സ്ജുദ് ഹത്താ തത്മഇന്ന സാജിദൻ, പിന്നെ വീണ്ടും സുജൂദിലേക്ക് പോയി അടങ്ങി നിൽക്കുക. സുമ്മ ഫഅൽ ദാലിക ഫി സ്വലാത്തി കുല്ലിഹാ, ഇതേ രൂപം നീ നിന്റെ നമസ്കാരത്തിൽ എല്ലാ സമയത്തും പാലിക്കുക. ഇതാണ് ശരിയായ നിസ്കാരം.
ഇത് ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ഇവിടെ ഈ ഹദീസിൽ നിന്ന് നബി പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ആ മനുഷ്യൻ റുക്കുഉം സുജൂദും എഴുത്തിദാലിലൊന്നും തുമൈനിനത്ത് കാണിച്ചില്ല എന്നുള്ളതാണ്. അടക്ക ഒതുക്കൊന്നും കാണിച്ചില്ല, പെട്ടെന്ന് റുക്കുഉം സുജൂദും എഴുത്തിദാലും ഒക്കെ തീർത്തു എന്നർത്ഥം. അതുകൊണ്ടാണ് നബി അടിവരയിട്ടുകൊണ്ട് ഓരോ കാര്യം പറഞ്ഞപ്പോഴും ഹത്താ തത്മൈന, അടക്കം വേണം, ഒരല്പം ശാന്തമാകെ, ധൃതി കാണിക്കരുത്, പെട്ടെന്ന് ഉയരലും പെട്ടെന്ന് പോകലും നടപ്പില്ല, നിസ്കാരം ശരിയാവില്ല, പോയി വേറെ നിസ്കരിക്ക് എന്ന് 2-3 പ്രാവശ്യവും പോയി ഇത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് തിരക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നിർവഹിക്കാവുന്ന ഒരു ഏർപ്പാടല്ല, ഗൗരവമുള്ള കാര്യമാണ് എന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഫർദ് നിസ്കാരമായിരുന്നാലും സുന്നത്ത് നിസ്കാരമായിരുന്നാലും തുല്യമാണ്. എത്ര സമയം വരെ ഇരിക്കാം? ഇപ്പൊ എഴുത്തിദാല് സമയല്ലാഹുലിമിനും ഇതാന്ന് പറഞ്ഞിട്ടുള്ള ആ നൃത്തം, 2 സുജൂദിന്റെ ഇടയിലുള്ള ഈ ഇരുത്തൊക്കെ എത്ര സമയം വരെ ആവാം? നമ്മളൊക്കെ മനസ്സിലാക്കിയതൊക്കെ പെട്ടെന്ന് തീരണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ സഹാബിവര്യന്മാർ പറയുന്നത് കാന സുജൂദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറുകൂഉഹു വഖുഊദുഹു ബൈന സജദതൈനി ഖരീബൻ മിനസ് സവാഇ. ബുഖാരി, റവാഹുൽ ബുഖാരി. നബി തിരുമേനിയുടെ സുജൂദും അവിടുത്തെ റുകൂഉം അവിടുത്തെ 2 സുജൂദിനിടയിലെ ഇരുത്തവും ഖരീബൻ മിനസ് സവാഇ, ഏതാണ്ട് തുല്യമായിരുന്നു എന്നാണ്. ഇതൊരു പക്ഷേ നമുക്കൊരു പുതുമയായിരിക്കും. നബി സുജൂദ് കുറേ ദീർഘിപ്പിക്കാറുണ്ട്, അതേപോലെ തന്നെ റുക്കൂഴ് കുറേ ദീർഘിപ്പിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇടയിലെ ഇരുത്തോ നബി ദീർഘിപ്പിക്കാറുണ്ട് എന്നാണ്. നമുക്കത് പരിചയമില്ലെങ്കിലും 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം നബി പലപ്പോഴും ദീർഘിപ്പിക്കാറുണ്ട്. റുക്കൂഴ് പോലെ സുജൂദ് പോലെ ഇടയിലെ ഇരുത്തവും ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം? അനസ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി വിശദീകരിക്കുന്നു, ഇന്നി ലാ ആലു അൻ നുസല്ലിയ ബിക്കും കമാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബിനാ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടതുപോലെ അതേ നിസ്കാരത്തിൽ നിന്ന് ഒരു കുറവും വരുത്താതെ ഇതാ നിങ്ങൾക്ക് ഞാൻ നിസ്കാരം കാണിച്ചു തരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ ഒരാൾ പറഞ്ഞു, കാന അനസ് യസ്നഉ ശൈഅൻ ലം മറക്കും തസ്നഊനഹു. അതായത് ഇടയിലെ ഇരുത്തം ദീർഘിപ്പിക്കാത്ത ആൾക്കാരോടാണ് സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അനസ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെതിരാണല്ലോ ചെയ്തിരുന്നത്. സുജൂദിന്റെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ദീർഘിപ്പിക്കാറുള്ള സഹാബി ആയിരുന്നല്ലോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്ത് പറയുന്നു? എന്തായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പ്രദായം? കാന ഇദാ റഫഅ റഅസഹു മിനർ റുകൂഇ ഖാമ ഹത്താ യഖൂലുൽ ഖായിലു ഖദ് നസിയ വബൈന സജദതൈനി ഹത്താ യഖൂലുൽ ഖായിലു ഖദ് നസിയ. നബി റുകൂഇൽ നിന്ന് തലയുയർത്തും. അപ്പോ കേൾക്കുന്ന ആള് പറയുന്നു, എന്താ നബി മറന്നുപോയോ? സുജൂദിൽ പോവാൻ മറന്നുപോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ? അപ്പൊ എഴുത്തിദാലിന് അത്രയും നീളം. 2 സുജൂദിന്റെ ഇടയിൽ നബി ഇരിക്കും. ഹത്താ യഖൂലുൽ ഖായിലു ഖദ് നസിയ, പറയുന്നോം ചിലപ്പോൾ പറഞ്ഞു പോകും ഖദ് നസിയ, നബി മറന്നുപോയോ? ഒരു സുജൂദ് എന്ന് കഴിഞ്ഞ് ഇരുന്നിട്ട് പിന്നെ എന്താ സുജൂദ് പോവാത്ത? സുജൂദിനെ പറ്റി മറന്നോ? അത്രയും ചിലപ്പോൾ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നബിയിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ള ഒരു കാര്യം, സുന്നത്തിൽ ഒരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഫത്ഹുൽ ബാരിയുമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ ഹദീസിന്റെ വിശദീകരണം ഒക്കെ ഇങ്ങനെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അസുന്നത്തു ഇദാ സബതത്, സുന്നത്തിൽ ഒരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലാ യുബാലി മൻ തമസ്സക ബിഹാ, അത് എത്ര ആൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് അതുകൊണ്ട് അനുഷ്ഠാനം നിർവഹിക്കുന്നത് എന്നത് പരിഗണിക്കേണ്ടതേ ഇല്ല. നബി ചെയ്തോ? നാട്ടിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ? പള്ളിയിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നാട്ടിൽ നടപ്പ് എന്താണ് എന്നുള്ളതും പ്രശ്നമല്ല. സുന്നത്തിലൊരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അനുഷ്ഠിക്കൽ നമ്മുടെ ബാധ്യതയാകുന്നു എന്നാണ്. വബില്ലാഹി മുസ്തആൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കും. അപ്പോ സമയവും സൗകര്യമൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ഇടയിലെ ഇരുത്തത്തിൽ ഇത്തിരി ദീർഘിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ അതുകൊണ്ടൊരു വിരോധവും വരാനില്ല. അത് കുറച്ചു നേരം ദീർഘിപ്പിച്ചിരുന്നാൽ നിസ്കാരം ബാത്തിലായി പോകുന്നൊക്കെ ചില മദ്ഹബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. അത് കുഴപ്പമുള്ള കേസല്ല. ഇത് ഫത്ഹുൽ ബാരിയിൽ 2-ാം വാള്യം 240-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സാദുൽ മആദ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളാണ് അതിലിങ്ങനെ വിശദീകരിക്കുന്നത്, നബിയുടെ ഓരോ സമ്പ്രദായങ്ങൾ. അതിൽ അദ്ദേഹം പറയാണ്, വഹാദിഹി സുന്നത്തു തറക്കഹ അന്നാസു മിൻ ബഅദി ഇൻഖിറാദി അസ്രി സ്വഹാബ. ഈ സുന്നത്ത് അഥവാ ഈ ഇടയിലുള്ള ഈ ഇരുത്തത്തിലൊക്കെ ഇത്തിരി സമയം കുറച്ചു നേരമൊക്കെ ഇരിക്കുക എന്നുള്ള ഈ സമ്പ്രദായം തറക്കഹ അന്നാസു, ജനങ്ങളത് ഉപേക്ഷിച്ചിരിക്കുന്നു. മിൻ ബഅദി ഇൻഖിറാദി അസ്രി സ്വഹാബ, സഹാബാക്കിറാമിന്റെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇതൊക്കെ ഒഴിവാക്കി തുടങ്ങിയിട്ടാണ് പിന്നെ നിസ്കാരം തുടങ്ങിയത്. അമ്മാമൻ ഹക്കമ സുന്ന, സുന്നത്ത് ദൃഢമായി മനസ്സിലാക്കുന്ന ഒരാൾ, അതുകൊണ്ട് വിധിക്കുന്ന ഒരുത്തൻ, വലം യൽതഫിത് ഇലാ മാ ഖാലഫഹ ഫഇന്നഹു ലാ യഅബഉ ബിമാ ഖാലഫ ഹാദൽ ഹദീസ്. ഈ ചര്യയോട് എതിരാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന്. അപ്പൊ ഇതിനാരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് പരിഗണനീയമല്ല. ഇങ്ങനെയും
ദീർഘിപ്പിച്ചും ചുരുക്കിയുമൊക്കെ ഈ കർമ്മം നിർവഹിച്ചതിന് പ്രവാചക ചര്യയിൽ തെളിവുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യത്തെ ഇരുത്തത്തെ പറ്റിയാണല്ലോ പറയുന്നത്, ഇടയിലെ ഇരുത്തത്തെ പറ്റി. ആ ഇരുത്തത്തിന്റെ രൂപം എന്താണ്? 2 നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകൾക്കിടയിൽ ഇരുന്നിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം ജലസ അലാ റിജ്ലിഹിൽ യുസ്റാ വനസബൽ യുംന, റവാഹുൽ ബുഖാരി. ജലസ അലാ റിജ്ലിഹിൽ യുസ്റാ, ഇടത്തെ കാലിന്മേൽ ഇരിക്കും. വനസബൽ യുംന, വലത്തെ കാലിങ്ങനെ നാട്ടി വെക്കുകയും ചെയ്യും. നമ്മൾ ആദ്യത്തെ തഹയ്യാത്തിന് ഇരിക്കുന്ന രൂപം തന്നെയാണ് ഇവിടെ. അതായത് സുജൂദ് എന്നുണ്ട്, എന്നാൽ ഇടത്തെ കാല് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് ഇങ്ങനെ വെച്ച് അതിന്മേലിരിക്കും. വലത് കാലിന്റെ വിരലുകൾ കിബിലക്ക് നേരെ ആകുന്ന രൂപത്തിൽ അത് കുത്തി ഇങ്ങനെ നിർത്തുകയും ചെയ്യും. ഈ ഇരുത്തം ബഹുഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഖേദകരമാണ്. ഏതൊക്കെ രൂപത്തിലുള്ള ഇരുത്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു റിപ്പോർട്ട് ഇതാണ്: വിരലുകൾ ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിക്കും. അതെങ്ങനെയാണ്? കാലിന്റെ ഈ വിരലുകൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വെറുതെ ഇങ്ങനെ വെക്കലല്ല, കാലിന്റെ വിരലുകൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഈ വിരലുകൾ ഖിബിലയുടെ ഭാഗത്തേക്ക് പോകും. അങ്ങനെയാണ് 2 സുജൂദുകൾക്കിടയിൽ ഇരുന്നത്. ഒരു രൂപം അതാണ്. മറ്റൊന്ന് വക്കാന അഹ്യാൻ നബി, ചില അവസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഇരുത്തം. അതെങ്ങനെയാണ്? യൻതസിബു അലാ അഖിബൈഹി വസുദൂരി ഖദമൈഹി, 2 മടമ്പുമ്പലായിട്ടാണ് ഇരിക്കുക. അതായത് നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് കാലെങ്ങനെ വെക്കുകയാണെങ്കിൽ അതേ മോഡൽ തന്നെ ഇരിപ്പിടായ്മ കൊടുന്നാണ് വെക്കുക. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതും സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരുത്തത്തിന്റെ ചിലപ്പോ പ്രയാസം, കാലിന് വല്ല വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള ആളുകൾക്ക് സുജൂദിൽ നമ്മൾ കാല് വെക്കുമല്ലോ, സുജൂദിൽ ആ മോഡലിൽ തന്നെ 2 മടമ്പുമ്മൽ വന്നിട്ടാണ് ഇരിക്കുക. ആ രൂപത്തിൽ ഇടയിലിരുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. അത് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. താവൂസ് എന്നു പേരുള്ള ഒരു താബിഈ, അതായത് സ്വഹാബാ കിറാമിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സ്വഹാബികളെ കണ്ടിട്ടുള്ള ആളുകൾക്കാണ് താബിഈ എന്ന് പറയുന്നത്. അവരിൽ പ്രമുഖനായ ഒരാളായിരുന്നു താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഖുൽനാ ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഇബ്നു അബ്ബാസിനോട്, സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ്, നബിയുടെ നിസ്കാരം കണ്ട മനുഷ്യനാണ്. ഇബ്നു അബ്ബാസിനോട് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി, ഫിൽ ഇഖ്ആഇ അലൽ ഖദമൈനി, ഇങ്ങനെ ഇടയിലെ ഇരുത്തത്തിൽ കാലിന്റെ മടമ്പുമ്പൽ വന്ന് 2 കാലുമ്പലും കൂടെ വേണ്ടി ഇരിക്കുന്ന സമ്പ്രദായം എന്താണ് താങ്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ സുന്നത്തു, ഹിയ സുന്നത്തു, അത് സുന്നത്താണ്, അത് നബിചര്യയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽപ്പെട്ട ഒരു സമ്പ്രദായം തന്നെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയും ഇരിക്കാമെന്നർത്ഥം. ആദ്യത്തെ ഇരുത്തത്തിന് പ്രയാസം എങ്ങനെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഈ ഇരുത്തം, അപ്പൊ ഈ വിശദീകരിച്ച ഈ രണ്ടാമത്തെ രൂപം ഉണ്ടല്ലോ, ഈ 2-ൽ-അപ്പുറമുള്ള ഒരു രൂപം കണ്ടിട്ടില്ല, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ 2-ലും പെടാത്ത ഇരുത്താണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇരിക്കുന്നത്. ഒന്നുകിൽ 2 ഇഞ്ചു ചിഹ്നത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഒരു കാര്യം ഇങ്ങനെ വെച്ച് മറ്റേ കാലത്ത് ഇങ്ങനെ കഴിച്ചു വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അത് വേറൊരു മോഡലിൽ. വേറെ ചില ആൾക്കാർ ഒന്നുമില്ലാത്ത രൂപത്തിൽ ഇടത്തെ കാലിങ്ങനെ വെക്കും, വലത്തെ കാലം ഇങ്ങനെ പരത്തി അങ്ങോട്ട് നീട്ടി വെക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നബിചര്യക്കെതിരുള്ള ഇരുത്താണ്. ഒന്നാമത്തെ ഇരുത്താണ് ഒരു ചര്യ, അത് ഇടത്തെ കാലിങ്ങനെ കടത്തി വെച്ച് അയിമരിക്കുക, വലത്തെ കാലിങ്ങനെ കുത്തി വെക്കുക. ഇതിന് പ്രയാസം ഉണ്ടെങ്കിൽ എളുപ്പമുള്ള പണിയാണ് രണ്ടാമത്തെ സുന്നത്താണല്ലോ എന്ത്, സുജൂദി കിടക്കുന്ന അതേ മോഡലിൽ അങ്ങോട്ട് ഉയർന്നിട്ട് 2 ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഇല്യത്തൈഹി എന്നാണ് ഹദീസിൽ പറയുന്നത്, 2 ചന്തിയും അർത്ഥം. അത് കാലിന്റെ 2 മടമ്പുമ്പലും കൂടുന്നാണ് വെക്കുക, കാല് കുത്തി നിർത്തിയിട്ട് തന്നെ. അത് ആർക്കും പ്രയാസം ഉണ്ടാവില്ല. ആദ്യത്തിന് പറ്റൂലെങ്കിൽ ഈ സുന്നത്തെങ്കിലും എടുക്കാൻ വെക്കുക. വേറുള്ള ഒരു മോഡലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അങ്ങനെ ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞു, ആ ഇടയിലുള്ള ഇരുത്തത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെയാണ് അതിൽ പ്രാർത്ഥിച്ചത്. നബി സ്വഹാബത്ത് പറയുന്നു, അൻ ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജദതൈനി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്ത്? റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി, എന്റെ നാഥ എനിക്ക് പുറത്തു തരയണമേ, എനിക്ക് പുറത്തു തരയണമേ. ഇങ്ങനെ ചിലപ്പോൾ 3 പ്രാവശ്യമൊക്കെ പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും അധികവും പറയാം, റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. ഒന്നും അറിയാത്ത ആദ്യമായിട്ട് നിസ്കാരം പഠിക്കണം മനുഷ്യന്മാർക്കൊക്കെ എളുപ്പതാണ്, റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി എന്നെങ്കിലും. ഇനി കുറച്ചും കൂടെ അതിന്റെ വിശദമായ രൂപം അബൂ ദാവൂദ്, ഇമാം തിർമിദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. ഇതാണ് വേറെ റിപ്പോർട്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി
വഅഫിനി വഹ്ദിനി വർസുഖ്നി. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വജ്ബുർനി എന്ന് കൂടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത് ചേർത്തുകൊണ്ട് വജ്ബുർനി എന്ന് പറഞ്ഞാൽ വിരോധമല്ല. എന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി എന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ ചൊല്ലിപ്പോകും. എന്തൊക്കെ കാര്യം പഠിച്ചവനോട് ചോദിച്ചതിലൂടെ നമ്മൾ അതിനെപ്പറ്റി വല്ലതും ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ റബ്ബിയെക്കുറിച്ച് വജ്ബുർനി വഹ്ദിനി വർഫഅനി വർസുഖ്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാത്തവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഒന്നും കിട്ടാത്തവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പറഞ്ഞു. ഇത് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഇത് വജ്ബുർനിയാണ്, ചേമ്പുർനി, അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറയാം. ഒന്നുമില്ലാത്തവരോട് അതിനെപ്പറ്റി ഒരു ബോധമല്ല. എന്താ നമ്മൾ ആ പടച്ചവനോട് പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർലി, തമ്പുരാനെ നീ എന്നോട് പൊറുക്കണം, പടച്ചവനെ എന്റെ പാപങ്ങൾ പൊറുത്തു തരണം. നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം പറയുമ്പോൾ കൂടുതൽ ഭക്തി, എന്റെ പാപം പൊറുക്കണം. നിസ്കാരത്തിന്റെ ഇടയിലും നിസ്കാരത്തിന്റെ ശേഷമുള്ള വ്യത്യാസം എന്താണെന്നറിയാം? നിസ്കാരത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നാ ഹദക്കും യുനാദി റബ്ബഹു ഫീ സ്വലാത്തിഹി. പടച്ചവനോട് അഭിമുഖ സംഭാഷണം നടക്കുന്ന സമയമാണ് നിസ്കാരം. സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പടച്ചവനോട് നേർക്കുനേരെ അഭിമുഖ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ സമയത്തുള്ള പ്രാർത്ഥന നമുക്ക് മനസ്സിൽ തട്ടുന്നില്ല. എന്താ കാരണം? അർത്ഥം അറിയില്ല. അപ്പൊ അർത്ഥം നിങ്ങളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. എന്താ നമ്മളാ പറയുന്നത്? ദുന്യാവിന്റെ ആഖിറത്തിന്റെ സകല കാര്യങ്ങളും നമ്മൾ ആ ഇടയിലെ ഇരുത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞു. അറിയാം നിങ്ങൾക്ക്? ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും പരമപ്രധാനമായ സകല വിഷയങ്ങൾക്കും വേണ്ടി നിങ്ങൾ റബ്ബിനോട് അവിടെ വെച്ച് അപേക്ഷിച്ചു കഴിഞ്ഞു. അല്ലാഹു ഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം. പാപങ്ങൾ പൊറുക്കാനുള്ള ദുആയായി. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണം. സാധുവാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടെല്ലാം തമ്പുരാനെ നീ എന്നെ പിടിച്ച് ശിക്ഷിക്കുന്ന രൂപത്തിലാകരുതേ, നീ എന്നോട് കരുണ കാണിക്കണം റബ്ബേ. കേട്ടോ, വർഹംനി, നിന്റെ റഹ്മത്ത് എനിക്കുണ്ടാവണം. ഞാൻ നിന്റെ റഹ്മത്ത് ആശിച്ചിട്ടാണ് പള്ളിയിൽ വന്നത്. പള്ളിയിൽ കയറുമ്പോൾ എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് വേണ്ടി മലർക്കെ തുറന്നു തരണം റബ്ബേ. ഈ വിഷയം നമ്മൾ നിസ്കാരത്തിലും പഠിച്ചവനോട് പറയാം. എന്റെ പാപം പൊറുക്കണം, ഞാൻ പാപിയാണ്, തെറ്റൊരുപാട് പറ്റിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് നീ എന്നെ ശിക്ഷിക്കല്ല റബ്ബേ. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണേ, കാരുണ്യം നീ എന്നോട് കാണിക്കണമേ. വഅഫിനി, റബ്ബേ എനിക്ക് നീ ആരോഗ്യം തരണേ. ആരോഗ്യം വേണം. ജോലി എടുക്കണമെങ്കിലും വേണം ആരോഗ്യം, വേണം ജീവിതം നയിക്കണമെങ്കിലും വേണം ആരോഗ്യം. രോഗം ഉണ്ടാവരുതേ. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു. മാറാവ്യാധികൾ പിടിപെട്ട് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു. റബ്ബേ വഅഫിനി, എനിക്ക് നീ ശാരീരികമായ അസുഖങ്ങളൊന്നും തരാതെ നീ എന്നെ ആരോഗ്യവാനാക്കണേ റബ്ബേ. നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. എത്ര കൊല്ലായി നമ്മൾ നിസ്കരിക്കും? നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് ചിലപ്പോൾ എപ്പോഴായിരിക്കും ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ല. എന്റെ നിങ്ങൾ നിസ്കാരത്തിന്റെ രൂപം അങ്ങനെ. നമ്മൾ എന്തൊക്കെ പടച്ചവനോട് പറയുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. വഅഫിനി, നീ എനിക്ക് ആരോഗ്യം തരണം, സുഖം തരണം റബ്ബേ. മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖം തരണം. വഹ്ദിനി, നീ എനിക്ക് സന്മാർഗം തരണേ റബ്ബേ. ഹിദായത്ത് തരണം. വെറും ഇങ്ങനെ ആരോഗ്യവും തന്ന് സുഖവും തന്നിട്ട് ഇങ്ങനെ നടന്നാൽ പോരാ, എനിക്ക് ഹിദായത്തും വേണം. കാരണം ഇവിടെ ഇന്ന് മൂമിനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കാഫിറാകുക, കുറച്ച് കഴിഞ്ഞാൽ വേറെ തെമ്മാടിയാകുക, കുറച്ച് കഴിഞ്ഞാൽ മുനാഫിക്കാകുന്നൊക്കെ ലോകാണ്. ഹിദായത്ത് തരണം. ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതന്നെ ഒന്നും കൂടി പറയണേ, വഹ്ദിനി, നീ എന്നെ നേരായ വഴിയിലേക്ക് നയിക്കണേ റബ്ബേ. വർസുഖ്നി, നീ എനിക്ക് റിസ്ക് തരണേ റബ്ബേ. ഉണ്ടോ? വർസുഖ്നി, എനിക്ക് റിസ്ക് തരണം. ഇവിടെ ജീവിക്കണമെങ്കിൽ അന്നം തിന്നണം, ചാപ്പാട് കഴിക്കണം, അതിനുള്ള വക തരണം. വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണം റബ്ബേ. എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചു. ഇനി വജ്ബുർനി എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇതിനർത്ഥം? എന്നിൽ പല കുറവുകളും ന്യൂനതകളും വന്നിട്ടുണ്ടാകും റബ്ബേ, നീ അവയെല്ലാം പരിഹരിച്ചു തരണം. എന്നിൽ വല്ല കോട്ടങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നീ പരിഹരിച്ചു തരണം റബ്ബേ. അപ്പൊ ഇതൊക്കെ വളരെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ദുആകളാണ്. ഇതൊക്കെ മനസ്സിൽ തട്ടി പറയണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വഅഫിനി വർസുഖ്നി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ തട്ടി പറയാം. അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ലെങ്കിലോ റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്നെങ്കിലും പറയാം. പടച്ചോനെ പൊറുക്കണേ, റബ്ബി എന്റെ റബ്ബേ ഗ്ഫിർലി, പൊറുക്കണം, എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം എന്നിട്ട് പറയേണ്ടതാണ്. ഇതാണ് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന. ഇതിനുശേഷം നമ്മൾ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി രണ്ടാമത്തെ സുജൂദിലേക്ക് പോവാം. ആ സുജൂദിൽ ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ സുജൂദിൻ്റെതായ നിയമങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞ് നമ്മൾ ആ രണ്ടാമത്തെ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഈ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്കാണല്ലോ എഴുന്നേൽക്കുന്നത്. ആ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നേർക്ക് നേരെ രണ്ട് റക്അത്തിലേക്ക് എഴുന്നേൽക്കണോ അതോ ഒന്നൊരു ഇത്തിരി നേരം ഇരിക്കണോ?
ഇതിന് പണ്ഡിതന്മാര് കൊടുത്തിട്ടുള്ള പേര് ജിൽസത്തുൽ ഇസ്തിറാഹ എന്നാണ്. റെസ്റ്റിന്റെ ഇരുത്തം. നേരാട് പോകാതെ ഒന്നൊരു റെസ്റ്റ്, ഇരുന്നില്ലാതുള്ള മട്ടിൽ ഒന്നൊരു ഇരുത്തം. അങ്ങനെ വേണോ വേണ്ടേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരൊറ്റ പണ്ഡിതന്മാർക്കും തർക്കമല്ല. പിന്നെന്തേ പിന്നെ അവിടെ തർക്കം ഉണ്ടാവാൻ കാരണം? നബി ചെയ്തു എന്ന് അറിഞ്ഞിട്ട് പിന്നെന്തിനാ തർക്കം? നബി ചെയ്തു എന്നറിഞ്ഞിട്ടും പിന്നെ തർക്കം വരുന്ന വിഷയം ഏതാണ്? നബി ചെയ്തു എന്നെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ നബി ആദ്യ കാലത്ത് ചെയ്തിട്ടില്ല, അവസാന കാലത്താണ് നബി അങ്ങനെ ചെയ്തത് എന്നാണ് ഇത് സുന്നത്ത്. എന്നാൽ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുപോയെന്ന് റിപ്പോർട്ട് ചെയ്ത അതേ സ്വഹാബിയാണ് ഇതും പറയുന്നത്. നബി ഇരുന്നു. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറയുന്ന അതേ സ്വഹാബിയാണ് നബിന്റെ ഈ ഇരുത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്വഹാബി നബി നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുമ്പോൾ ഇടയിലാ ഇരുത്തണ്ടല്ലോ, അത് വേണ്ട, അത് നബിക്ക് പ്രായാധിക്യം കൊണ്ട് വന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, അതല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നേർക്ക് നേരെ അങ്ങോട്ട് റക്അത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇടയിലൊന്ന് ഇരുന്ന് എഴുന്നേൽക്കലാണ്. عن مالك بن الحويرث الليثي رضي الله تعالى عنه أنه رأى النبي صلى الله عليه وسلم يصلي فإذا كان في وتر من صلاته لم ينهض حتى يستوي قاعدا. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അഹ്മദ്, അബൂ ദാവൂദ്, തിർമിദി, നസായി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സഹാബി പറയുന്നത് എന്താണ്? അദ്ദേഹം നബിയെ കണ്ടു, നബി നിസ്കരിക്കുമ്പോൾ ഒറ്റയിട്ട് വരുന്ന റക്അത്തുകളിൽ എന്ന് പറഞ്ഞാൽ 1, 2 പോകുമ്പോൾ 3, 4 പോകുമ്പോൾ ലം യൻഹദ് അവിടുന്ന് എഴുന്നേൽക്കാറില്ല. ഹത്താ യസ്തവിയ ഖായിദൻ ഒന്നിങ്ങനെ ഇരുന്നിട്ടേ എഴുന്നേൽക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇരുത്തം നല്ലതാണ്. ഇതിനെതിരെ പറയുന്ന ആൾക്കാരുണ്ട്, അത് വേണ്ടതില്ല, നേർക്ക് നേരെ തന്നെ എഴുന്നേൽക്കാം എന്ന അഭിപ്രായക്കാരും. ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ പ്രമുഖനായ മക്കയിലെ മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരാൾ ഫത്വ ചോദിച്ചപ്പോ അദ്ദേഹം അതിന് നൽകിയ മറുപടി ജൽസത്തുൽ ഇസ്തിറാഹ മുസ്തഹബ്ബ, ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം മുസ്തഹബ്ബത്തുന്നത് നല്ലതാണ്. ഇമാമി ഇമാമായാലും വൽ മഅ്മൂമി മഅ്മൂമായാലും വൽ മുൻഫരിദി രണ്ടിന്റെ അല്ലാത്ത ഒറ്റക്ക് നിസ്കരിക്കുന്നവനായിരുന്നാലും ഈ ഇരുത്തം നല്ലതാണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന്റെ വകുപ്പിൽ തന്നെയാണ് അതും വിടുന്നത്. വഹിയ ജിൽസ ഖഫീഫ, നേരിയ ഇരുത്തം മതി. ലാ യുശ്റഉ ഫീഹാ ദിക്റും വലാ ദുആഉൻ, അതിൽ പ്രത്യേക ദിക്റിയല്ലാനോ ദുആത്തല്ലാനോ ഒന്നുമില്ല, ഒരു ഇരുത്തം മാത്രം മതി. ഇനി വമൻ തറക്കഹ, ആരെങ്കിലും ഇത് ഉപേക്ഷിച്ച് നേർക്ക് നേരെ കണ്ട് റക്അത്തിലേക്ക് വന്നാലോ ഫലാ ഹറജ, ഒരു വിരോധമല്ലേനോ, ചെയ്തില്ലാത്തിട്ട് കുഴപ്പമൊന്നുമില്ല, ചെയ്ത ഒരു നല്ല കാര്യമാണ്. നബി അങ്ങനെ ചെയ്തിട്ടുണ്ടതുകൊണ്ട് നബിയെ പിൻപറ്റുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്താൽ നല്ലതാണ് എന്ന് ഇബ്നു ബാസ് അദ്ദേഹം ഈ വിഷയത്തിൽ ഒരാൾ സംശയം ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയിൽ കാണുന്നു. ഇനി ഈ നബി ഈ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് എഴുന്നേറ്റിരുന്നത്? ഇതും ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് നേരങ്ങട്ട് എഴുന്നേൽക്കുമ്പോൾ കാലിന്റെ മുട്ടുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കലാണോ അതോ കൈ ഇങ്ങനെ ഊന്നിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നത്? പിന്നെ സുജൂദും കഴിഞ്ഞിട്ട് റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇടയിലൊന്നും ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പൊ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, കൈ ഇങ്ങനെ കുത്തിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നത്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹദു മുഅ്തമിദൻ അലൽ അർളി ഇല റക്അത്തി സാനിയ, നബി ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ഊന്നിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നത് രണ്ടാം റക്അത്തിലേക്ക്. വകാന യഅ്ജിനു ഫി സ്വലാത്തി യഅ്തമിദു അലാ യദൈഹി ഇദാ ഖാമ, എഴുന്നേൽക്കുമ്പോൾ 2 കൈയും കുത്തിയിട്ടാണ് എഴുന്നേറ്റിരുന്നത്. അത് ഇങ്ങനെയും കുത്താ ഇങ്ങനെയും കുത്താ. പക്ഷേ ഹദീസിന്റെ പ്രയോഗം യഅ്ജിനു, അജീൻ എന്ന് പറഞ്ഞാൽ മാവ് എന്നാണ്, മാവ് കുഴക്കുക. അപ്പൊ ഈ മാവ് കുഴക്കുന്ന രൂപം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ നമ്മൾ പിന്നെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ ഇങ്ങനെ കുത്തി എഴുന്നേൽക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. ഇപ്പൊ ഇങ്ങനെ കുത്തിയാലും നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഇങ്ങനെ ഒരു കുത്തൽ, ആ മോഡൽ കുത്തിയാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ കുത്തിയാലും വിരോധമില്ല. എങ്ങനെയായാലും 2 കൈകളിൽ ഊന്നിക്കൊണ്ടായിരുന്നു റക്അത്തിലേക്ക് എഴുന്നേറ്റിരുന്നത് എന്ന് ഹദീസിലുണ്ട്. ഇത് ബുഖാരിയിലുണ്ട്. അതേപോലെ തന്നെ അബൂ ഇസ്ഹാഖുൽ ഹർബി എന്ന് പറയുന്ന ഇമാം സഹീഹായ പരമ്പരയോടുകൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പിന്നെ ഈ എഴുന്നേൽക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതൊക്കെ ഓരോന്നും നമ്മൾ നിസ്സാരമായിട്ട് കാണും, എന്നാൽ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഗൗരവസ്വരത്തിൽ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനുശേഷം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോ ഏതാണ്ട് ഒരു റക്അത്തിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിശദീകരണം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ റക്അത്തും നമ്മൾ ആദ്യം വിശദീകരിച്ച പോലെ ഫാത്തിഹ, സൂറത്ത്, റുകൂഅ്, ഖിദാല്, സുജൂദ്, ഇടയിലിരിക്കും വേറൊരു സുജൂദ്, അതും കഴിഞ്ഞ് ഇനി ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കണം. ഈ അത്തഹിയാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിനുള്ള ഇരുത്തം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്? 2 രൂപത്തിലാണ് നബിയുടെ അത്തഹിയാത്തിന്റെ ഇരുത്തുണ്ടായിരുന്നത്. ആദ്യത്തെ തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ തഹിയാത്ത് വരുന്ന നിസ്കാരങ്ങളിൽ
രണ്ട് അത്തഹിയാത്ത് വരുമ്പോൾ ആദ്യത്തേതിന് ഒരു രൂപം, രണ്ടാമത്തേതിന് വേറെ രൂപമായിരുന്നു ഇരുത്തത്തിൽ. അതിപ്പോ നമുക്കൊക്കെ പരിചയമുള്ളത് തന്നെ. എങ്ങനെ? ഫൈദാ ജലസത്തിൽ റക്കായത്തയിൽ ആദ്യ റക്കായത്ത് രണ്ടാമത്തെ റക്കായത്തിൽ ഇരിക്കുകയാണെങ്കിൽ ജലസാല രിജ്ലിഹിൽ യുസ്റാ വനസബൽ യുംനാ, ഇടത്തെ കാലും വരിക്കും, വലത്തേത് നാട്ടിവെക്കും. വൈദാ ജലസത്തിൽ റക്കായത്തിൽ ആഖിറ, അവസാനത്തെ റക്കായത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഖദ്ദമ രിജ്ലഹുൽ യുസ്റാ വനസബൽ യുഖ്റാ വഖഅദ അലാ ബഖഅതിഹി, ഖദ്ദമ രിജ്ലഹുൽ യുസ്റാ, ഇടത്തെ കാല് വെച്ച് തള്ളി വെക്കും. കണ്ടോ? ഇടത്തെ കാല് അങ്ങോട്ട് തള്ളി വെച്ച് വനസബൽ ഉഖ്റാ വഖഅദ അലാ ബഖഅതിഹി, വലത്തേത് ഇങ്ങനെ നാട്ടിവെച്ച്. ഇരുത്തം എവിടെയായിരിക്കും? കാലുമ്മലല്ല, ഭൂമിയിലാണ് ഇരുത്തം വരിക, നിലത്താണ് ഇരുത്തം വരിക. അപ്പൊ ഇടത്തെ ചന്തി ഭൂമിയിൽ കീഴ് വരും. അതിനാണ് പേര് തവർറുക്ക് എന്ന് പറയുന്നത്. ആദ്യത്തതിന് പേര് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് കിതാബിൽ പറയുന്നത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തത്തിന് പറയുന്ന പേരാണ്. മറ്റേ ഇരുത്തത്തിന് പേര് തവർറുക്കിന്റെ ഇരുത്തം, വരിക്ക് എന്ന് പറഞ്ഞാൽ ചന്തി എന്നാണ്. അപ്പൊ വരിക്ക് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് മുട്ടിച്ച് വെച്ചിട്ടുള്ള ഇരുത്താണ് അവസാനത്തെ തയ്യാത്തിന്റെ ഇരുത്തം. വിശദീകരിച്ച് ഇവിടെ ചിത്രമൊന്നും നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ തയ്യാത്തിലുള്ള ഇരിക്കുന്ന രൂപം ഇഫ്തിറാഷും, അവസാനത്തെ തയ്യാത്തിൽ ഇരിക്കുന്ന രൂപം തവർറുക്കിന്റെ ഇരുത്തമാണ്. പക്ഷെ ചില ആൾക്കാരൊക്കെ ഏത് ഇരുത്തത്തിലും ആദ്യത്തെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. അവസാനത്തെ തയ്യാത്താണെങ്കിലും നമ്മൾ ആദ്യത്തെ തയ്യാത്തിൽ ഇരിക്കുന്ന മോഡൽ തന്നെ ഇരിക്കും. പക്ഷേ നബിചര്യയോട് യോജിച്ചത് ഏതാണ്? ആദ്യത്തെ തയ്യാത്തിന്റെ രൂപവും അവസാനത്തെ തയ്യാത്തിന് വേറെ രൂപവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇഷ്ടം അങ്ങനെ. ഇനി ആദ്യത്തെ തയ്യാത്ത് ഒരാൾ മറന്നാലോ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാ ബിഹി ദുഹറ ഫഖാമ ഫി റകഅതൈനി ലൂലയൈനി ലം യജ്ലിസ്. നബി ഒരിക്കൽ സഹാബത്തിനെയും കൊണ്ട് ളുഹർ നിസ്കരിക്കുകയാണ്. രണ്ടാമത്തെ റക്അത്തിൽ നബി ലം യജ്ലിസ് ഇരുന്നില്ല. മൂന്നാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കന്നെയാണ്. ആദ്യത്തെ തഹിയാത്തിന് ഇരുന്നില്ല. ഫഖാമൻ നാസു മഅഹു, ജനങ്ങളും നബിയോടൊപ്പം സഹാബത്തും എഴുന്നേറ്റു. ഹത്താ ഇദാ ഖലസ്സലാ, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ വൻതളറൻ നാസു, ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തസ്ലീമഹു, നബി ഇപ്പൊ സലാം വീട്ടുന്നിട്ട് വേണം പോയി പറയാനും വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിരുന്നു. ഇപ്പൊ സലാം വീട്ടു, അപ്പൊ എനിക്ക് പോയിട്ട് പറയണം, നബി ആദ്യത്തെ മറന്നിട്ടുണ്ട് എന്ന് പോയിട്ട് പറയണം വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ സലാം വീട്ടിനും കാത്തിരിക്കുക. അന്നേരമതാ കബ്ബറ റസൂലുള്ള തക്ബീർ ചൊല്ലുന്നു വീണ്ടും. വഹുവ ജാലിസ്, നബി ഇരുന്നു കൊണ്ട് തന്നെ തക്ബീർ ചൊല്ലി. ഫസജദ സജദതൈനി, രണ്ട് സുജൂദ് നിർവഹിക്കുന്നു. ഖബ്ല അൻ യുസല്ലിമ, സലാം വീട്ടുന്നതിന്റെ മുമ്പേ തഹിയാത്ത് മുഴുക്ക ചൊല്ലി കഴിഞ്ഞ ശേഷം സലാം വീട്ടാറ് നേരെ രണ്ട് സുജൂദ് ചെയ്തിട്ട് സുമ്മ സല്ലമ, പിന്നെയാണ് സലാം. റവാഹുൽ ബുഖാരി. അതാണ് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യാറുള്ളത്. ഇമാവ് മറന്നാല് രണ്ടാമത്തെ റക്അത്തിന് മറന്ന് മൂന്നിൽ കണ്ടെത്തി തിരിച്ചു വരുമൊന്നും വേണ്ട. അവസാനം ചെയ്യുക, തഹിയാത്ത് കോതി കഴിഞ്ഞ ശേഷം രണ്ട് സെഹ്വിന്റെ സുജൂദ് ചെയ്യുക. സെഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ വിശദീകരണം കുറെ പറയേണ്ട കാര്യമാണ്. അത് നമുക്ക് വേറെ ഒരിക്കലും വിശദീകരിക്കും. സെഹ്വിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, അങ്ങനെ ഒരുപാട് സുജൂദുകളുണ്ട് ഇസ്ലാമിൽ. അതൊക്കെ പിന്നീട് വിശദീകരിക്കും. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ തശഹ്ഹുദ് ആദ്യത്തെ തഹിയാത്ത് മറന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. രണ്ട് സെഹ്വിന്റെ സുജൂദ് നിർവഹിച്ചാൽ അത് പരിഹരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയുണ്ടായി. അപ്പൊ അത്തഹിയാത്തിന്റെ ഇരുത്താണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കൈയൊക്കെ അവിടെ വെക്കണം. അപ്പൊ കാല് വെക്കണത് പറഞ്ഞു, നീ കൈയൊക്കെ അവിടെ വെക്കണം. عن وائل بن حجر أنه قال في صفة صلاة رسول الله صلى الله عليه وسلم ثم قعد فافترش رجله اليسرى ووضع كفه اليسرى على فخذه وركبته اليسرى وجعل حد مرفقه الأيمن على فخذه اليمنى ثم قبض ثنتين من أصابعه وحلق حلقة ثم رفع إصبعه فرأيته يحركها يدعو بها. അഹ്മദ്, അബൂ ദാവൂദ്, നസാഇ എന്നീ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. വേറെ റിപ്പോർട്ടിൽ കാണാം വയർമീ ബിബസരിഹി ഇലൈഹാ. എന്താ ഇതിലൊക്കെ പറഞ്ഞത്? നബിയുടെ നിസ്കാരത്തിന്റെ രൂപം അങ്ങനെ സ്വഹാബി വിശദീകരിക്കാൻ. അങ്ങനെ നബി ഇരുന്നു. എങ്ങനെയിരുന്നു? ഇടത്തെ കാലിങ്ങനെ പരത്തി വെച്ച് അതിന്മേലിരുന്ന് വലത്തെ കാലിങ്ങനെ കുത്തിവെച്ചു, ഇരുത്തത്തിന്റെ രൂപം. വവളഅ കഫഹുൽ യുസ്റാ അലാ ഫഖദിഹി വറുക്ബതിഹിൽ യുസ്റാ. ഇടത്തെ കൈ ഇടത്തെ തുടമേലും കാൽമുട്ടുകളിന്മേലും കൂടി അയച്ചു വെച്ചു. അപ്പൊ അത് കാൽമുട്ടാണെങ്കിൽ കുറെ അപ്പുറത്ത് കാലിന്റെ തുടമ കൊടുത്തു വെക്കല്ല, കാലിന്റെ മുട്ടുമ്പിൽ ഇച്ചിരി ഇറക്കിയിട്ട് ഇങ്ങനെ വിരലുകൾ വെച്ചു. ഇതാണ് ഇടത്തെ കാലുമ്മൽ ഇടത്തെ കൈ വെച്ചു എന്ന് പറഞ്ഞത്. വലത്തെ തുടമേലായിരുന്നു നബിയുടെ വലത്തെ കൈമുട്ടിന്റെ അറ്റം. അപ്പോ വലത്തെ കൈ വെക്കേണ്ടത് വലത്തെ തുടമേല്. എങ്ങനെ? ഇതിപ്പോ ഇത് കാലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കലല്ല, ഇങ്ങനെ വെക്കണം. അപ്പൊ കൈയിന്റെ മുട്ട് തുടമ്മൽ തന്നെ ആയിരുന്നു, അകറ്റി പിടിക്കണ്ട, ചേർത്ത് വെച്ചു എന്നർത്ഥം. സുമ്മ ഖബല സിൻതൈനി മിൻ അസാബിഹി, പിന്നെ രണ്ട് വിരലുകൾ മടക്കി പിടിച്ചു. ചെറിയ വിരലും ഈ നടുവിരലും ഇതിങ്ങനെ മടക്കി പിടിച്ചു.
മടക്കി പിടിച്ചിട്ട് ഒരു റൗണ്ട് ഉണ്ടാക്കി. കണ്ടോ, മൂന്നാമത്തെ നടുവരലും തള്ളവരലും കൊണ്ട് ഒരു റൗണ്ട്. ചൂണ്ടുവരലാണ് നീട്ടുകയും ചെയ്തു. ഇപ്പൊ കണ്ടോ, ഇതാണ് നമ്മളെ ഇരിക്കത്തിന്റെ രൂപം. രണ്ടുപേരിൽ മടക്കി ഇത് രണ്ടും കൊണ്ട് റൗണ്ട് ഉണ്ടാക്കി, ഒരു ചങ്ങല, ഒരു കണ്ണി ഉണ്ടാക്കി, ഇതും കൊണ്ട് നീട്ടിപ്പിടിച്ചു. ഇതാണ് ഇരിക്കത്തിന്റെ രൂപം. നബി അതിങ്ങനെ ഇടയ്ക്ക് ചലിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും. ഒരു സംശയം തീരുന്ന എന്താ അറിയോ, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് അത്തഹിയ്യാത്തിന് ഇരിക്കുമ്പോൾ തന്നെ ഈ ചൂണ്ടിന് ഏർപ്പാട് അധികം ആൾക്കാർ പറഞ്ഞുകൂടാ. നമ്മളൊക്കെ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒറ്റ പൊതിക്കലും ഒറ്റ താത്തലും അപ്പോഴേ വേണ്ടുള്ളൂ എന്നാണ് ആൾക്കാർ വിചാരിച്ചു പോയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തെ പറ്റി പറയുന്നിടത്തൊക്കെ പറഞ്ഞു കാണാൻ സാധിക്കും. ഇടത്തേക്കാൽ ഇങ്ങനെ വെച്ചു, വലത്തേക്കാൽ അങ്ങനെ വെച്ചു, കൈ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ ബാബ ചൂണ്ടുവരൽ ചൂണ്ടും ചെയ്തു. അപ്പൊ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിന്റെ ഫസ്റ്റിലെ രൂപം തന്നെ ചൂണ്ടിയും കൊണ്ടാണ്. ഇരുത്തം ആദ്യം തന്നെ നമ്മൾ ഇരിക്കത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിരൽ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഇല്ലെന്ന് പറയുമ്പോൾ ഒരൊറ്റ നീട്ടലല്ല, ആദ്യം തന്നെ അങ്ങനെ ചൂണ്ടിയിട്ടാണ് നബി ഇരുന്നിരുന്നത്. വേറെ ചില ആൾക്കാർ ഇല്ലെന്ന് പറയുന്നവരോട് ഒറ്റ പൊക്കലും വഴി കഴിഞ്ഞ ഒറ്റ താത്തലുമാണ്. പിന്നെ ആ സാധനം പൊങ്ങൂല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അത് ചില മദ്ഹബിൽ അങ്ങനത്തെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഹനഫികളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. ഇല്ലെന്ന് പറയുമ്പോൾ പൊക്കും, പിന്നീട് താത്തും, പിന്നെ അത് പൊന്തൂല. എന്നാൽ ഈ അമ്മ വകുളിൽ ഇസ്പഴി ബാദൽ ഇഷാറ, ഇങ്ങനെ ഈ ഇഷാറത്ത് കഴിഞ്ഞതിന് ശേഷം വരലാണ് താഴ്ത്തി വെക്കലോ, ഔ തഖീദുഹാ ബിവഖത്തിൻ നഫീ വൽ ഇസ്ബാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രം പൊന്തിക്കലോ, ഫകുല്ലു ദാലിക മിമ്മാ ലാ അസ്ല ലഹു ഫിസ്സുന്നah. സുന്നത്തിൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അപ്പോഴാണ് ചെയ്യേണ്ടത്. വേറൊരു ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞാൽ താഴ്ത്തി വെക്കണം, പിന്നെ അല്ലാതെ ചൂണ്ടിക്കൂടാ. എന്തൊക്കെയാണ് മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തരങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചൂണ്ടനെന്ന് പറയുന്ന മദ്ഹബുകാരനും ചൂണ്ടണ്ടെന്ന് പറയുന്ന മദ്ഹബുകാരനും നിസ്കാരത്തിൽ സർക്കാരായി കിതാബിൽ എഴുതിയ കാര്യം. പള്ളി കയറി ഇവനോട് പറഞ്ഞു മേലാൽ ചൂണ്ടരുത് എന്ന് പറഞ്ഞു. ഏത് ചൂണ്ടാൻ പാടില്ല എന്ന് പറയുന്ന ആൾ പറഞ്ഞു. ചൂണ്ടുന്നവരോട് പറഞ്ഞു, ഷാഫി മദ്ഹബുകാരനോട് വേറൊരുത്തും പറഞ്ഞു ചൂണ്ടാൻ പാടില്ല. ഞാനത് ചൂണ്ടെന്ന് പറഞ്ഞു. എന്നാ കാണാനും പറഞ്ഞു. ഇവൻ തുന്നത്ത് കഴിക്കാതെ വരലാണ്ട് ചൂണ്ടി ആരെങ്കിലും കത്തിരിക്കുന്ന ആ വരല ഒറ്റ മുറിക്കില്ല. ഞാൻ വരലിന് ചൂണ്ടരുത് എന്നും പറഞ്ഞു. കിതാബിലുള്ളൊരു സംഗതിയാണ്, ഒരു പള്ളിയിൽ നടന്ന സംഭവമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തും. മദ്ഹബിന്റെ പക്ഷപാതിത്വം ചില ആൾക്കാർ അത്ര എത്തിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൂണ്ടിയിരുന്നു. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴേ ചൂണ്ടിയിരുന്നുള്ളൂ എന്നുള്ളതിന് സ്വഹീഹായ ഹദീസുകളൊന്നുമില്ല. നബിന്റെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിന്റെ രൂപം പറയുന്നിടത്ത് തന്നെ ഈ ഇരുത്തം പറഞ്ഞിട്ട് പിന്നെ നബി ചൂണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ചൂണ്ടലിന്റെ കാര്യം അങ്ങനെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും ചൂണ്ടിയിട്ടുണ്ട്. പിന്നെ വേറൊന്ന് എന്നാണ്. നബി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നിസ്കാരത്തിൽ എല്ലാ സമയത്തും നമ്മൾ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. ഈ ഒരൊറ്റ സമയത്ത് മാത്രം വ്യത്യാസമുണ്ട്. അത്തഹിയ്യാത്തിന് ഇരിക്കുമ്പോൾ നബി ആ ചൂണ്ടിയ വിരലുമേൽക്കായിരുന്നു നോക്കിയിരുന്നത്. സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല, ഈ ചൂണ്ടിയ വിരലുമേൽക്ക് നോക്കിക്കൊണ്ടായിരുന്നു നബി ദുആ ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, സ്വഹീഹായ ഹദീസിൽ തന്നെ. പിന്നെ ഇപ്പൊ സംശയം വേറൊന്നുള്ളത്, ഇതിങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. ചില ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചലിപ്പിക്കും. വേറെ ചിലർ അത് പാടില്ല, 3 അനക്കാൻ ഇങ്ങനെ നിസ്കാരം തന്നെ വാസിലായി, അപ്പൊ പിന്നെ അത് ഏതായാലും പാടുണ്ടാവില്ല. ഇതിനിപ്പോ എന്താ നമ്മൾ പറയാ, പരിശോധിച്ച് നോക്കുമ്പോൾ 2 കൂട്ടർക്കും തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഞങ്ങൾ കേൾപ്പിച്ച ഹദീസിൽ നബി അത് ചലിപ്പിച്ചിരുന്നു എന്നുണ്ട്. വേറൊരു ഹദീസിൽ ചലിപ്പിച്ചിട്ടില്ല എന്നുണ്ട്. അപ്പൊ 2 നിലക്കും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2 കൂട്ടരും 2 ഹദീസുകൾക്കും ചില ന്യൂനതകളും പറയുന്നുണ്ട്. ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നവർ പറയുന്നു ചലിപ്പിച്ചു എന്നുള്ള ഹദീസ് വഴിപ്പാണ്. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ. ചലിപ്പിച്ചു എന്ന് പറയുന്നവർ പറയുന്നു ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകൾക്ക് ന്യൂനതകളുണ്ട്. ഇത് രണ്ടിനെയും കൂടി ഇടയിൽ ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയലുണ്ട്. ഇതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് ആക്കി കുറിച്ചിട്ട് ചില അഭിപ്രായം നിഷ്പക്ഷരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇമാം ഖുർത്തുബി. അദ്ദേഹത്തിന് ഒരു പ്രസിദ്ധമായ തഫ്സീറുണ്ട്, തഫ്സീറുൽ ഖുർത്തുബി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ തഫ്സീറുൽ ഖുർത്തുബിയിൽ 1-ാം വാള്യം 361-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ഇഖ്തലഫൂ ഫീ തഹരീകി ഇസ്ബഇ സബ്ബാബ. പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫീ തഹരീകി ഇസ്ബഇ സബ്ബാബ, ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമിൻഹും മൻ റആ തഹരീകഹാ, ചലിപ്പിക്കണം എന്നഭിപ്രായപ്പെടുന്നവരും അവരിലുണ്ട്. വമിൻഹും മല്ലം യറഹു, അങ്ങനെ വേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. വകുല്ലു ദാലിക മർവിയുൻ ഫിൽ ആസാരി സിഹാഹിൽ മുസ്നദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
എല്ലാം നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചലിപ്പിക്കലും ചലിപ്പിക്കാതിരിക്കലും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അതാ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചത്. എല്ലാം അനുവദനീയാണ്. ചലിപ്പിക്കണവരവിടെ ചലിപ്പിച്ചോട്ടെ, നിങ്ങൾ അത് നിസ്കാരം ബാത്തിലായി എന്ന് പറയുന്നത് എന്താ ചെങ്ങായി ഇങ്ങനെ ആട്ടിന്, കുറെ നേരമായാലും ഇരുന്ന് ഇങ്ങനെ ആട്ടിന്, എന്റെ നിസ്കാരവും കൂടി ഫസാദാക്കണം പറഞ്ഞിട്ട് ചില മനുഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. നമ്മളെന്തിനാ ശ്രദ്ധിക്കണം? ആട്ടിക്കോട്ടെ, അതെങ്ങനെ ആട്ടിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നീ ഒരാളിങ്ങനെ ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ച് ഇങ്ങനെ സ്റ്റേണിൽ നിൽക്കണമെന്ന് ആട്ടിക്കൂടെ ഇടക്ക് എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും ചോദിക്കണ്ട. രണ്ടും ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്തിട്ട് രണ്ടും ഹദീസിൽ വന്നതാണ്. ഏതേതിനാ ബലാബലം നോക്കാനും അത്ര പ്രബലായ രൂപത്തിൽ ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞ് രണ്ടും ചെയ്തോട്ടെ, രണ്ടും വന്നിട്ടുള്ള സ്ഥിതിക്ക് രണ്ടും നിർവഹിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഈ ആട്ടൽ കൊള്ളുന്നില്ലെങ്കിൽ വേണ്ട, ആട്ടൽ കൊള്ളുന്നവൻ ആട്ടിക്കോട്ടെ. അപ്പൊ അതൊരു വലിയൊരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ വിഷയമാക്കിയിട്ട് നമ്മൾ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാദപ്രതിവാദമോ പ്രശ്നമൊന്നും അതിന്റെ പേരിൽ ഉണ്ടാക്കേണ്ടതില്ല. രണ്ടിനും ഒരു തെളിവുള്ള സ്ഥിതിക്ക് രണ്ടും നിർവഹിക്കാവുന്നതാണ്. അതാണ് ആ വിഷയത്തിൽ ഒരു വലിയൊരു ചർച്ചയായിട്ട് കുസുകുസുപ്പായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നവർക്ക് ഓനെ കൊണ്ട് ഞാൻ സ്വീപ്പായി ഓൻ ആ ഇരുന്നപ്പോൾ തുടങ്ങിയതായി ആട്ടൽ. അതാണ് കഴിഞ്ഞ സലാം കൂട്ടോളം ആട്ടിക്കൊണ്ടിരുന്നത്. വേറെ ചിലർ ഇങ്ങനെ ആട്ടുന്നവർ, ഇങ്ങനെ പെന്തലം ആടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നവർ, അങ്ങനെയുണ്ടൊരു മതേബാൻ. ഏതായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണോ, ഇങ്ങോട്ട് മേപ്പോട്ടും കീഴ്പോട്ടും, അതൊക്കെ പല ചർച്ചകളാണ്. ഹദീസുകളിൽ അങ്ങനെയൊന്നും ഏതായാലും വിശദമായിട്ട് കാണുന്നില്ല. ഇപ്പൊ ചലിപ്പിച്ചു എന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പിന്നെ ഈ ചലിപ്പിച്ചു എന്ന് പറയുന്നതിന് ഹദീസിനെ അതാ ഇല്ലല്ലാന്ന് അറിയുമ്പോൾ ഒന്നാണ് ഇളക്കി എന്നുള്ളതാണ്, അല്ലാതെ ആകെ ആട്ടി എന്നല്ല. അങ്ങനെ ചൂണ്ടിപ്പിടിച്ച വിരലെന്നെ ഇല്ലല്ലാന്ന് തൗഹീദിന്റെ ആ വാക്യം ഏകവാക്യം പറയുമ്പോൾ ഒന്നാണ് ചലിപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും ആട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ച പണ്ഡിതന്മാർ. വേറെ ചിലർ പറയുന്നത് ദുആകളുടെ ആരംഭത്തിലൊക്കെ ഒന്നിങ്ങനെ ഇളക്കും, പിന്നാണ്ട് ഇങ്ങനെ തന്നെ നിർത്തിട്ട് ഓരോ ദുആയും തുടങ്ങുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കും എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും വ്യാഖ്യാനങ്ങളിൽ നിന്നേ ഉള്ളൂ. ശരിയാവാം, തെറ്റാവാം. ഒന്നും ഇന്നതാണ് ശരിയെന്ന് കണിച്ചായിട്ട് പറയാനൊന്നും ഇതിൽ രേഖകളില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ അത്തരം സമീപനങ്ങളിലൂടെ തന്നെ കാണാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അത്തഹിയാത്തിനെ പറ്റിയാണ്. ആദ്യത്തെ തഹിയാത്തിൽ എന്തൊക്കെ ചൊല്ലാം, അവസാനത്തെ തഹിയാത്തിൽ എന്തൊക്കെ ചൊല്ലാം, സലാം വീട്ടൽ, ദുആ, സ്വലാത്ത്, മറ്റു പല കാര്യങ്ങളും അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ രൂപത്തിൽ തന്നെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിൽ വന്നു ചേരുന്ന എല്ലാ അപാകതകളും പടച്ചതമ്പുരാൻ പുറത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാക്കി മാറ്റുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപരശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين. സത്യത്തിന്റെ ശബ്ദം ദീപമാണ്. കലർപ്പില്ലാത്ത സത്യത്തിന്റെ കരുത്തുറ്റ ഭാഷണങ്ങൾ കാര്യം തോന്നുന്ന കാതുകളിലെത്തിക്കാൻ ഇതാ ഒരു സംരംഭം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസാചാരങ്ങളും ജീവിതക്രമവും സംസ്കാരവും പ്രചരിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാര ദുരാചാരങ്ങളിൽ നിന്നും അനിസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ഇസ്ലാമി പണ്ഡിതന്മാരുടെ ഓഡിയോ വീഡിയോ പ്രഭാഷണ കാസറ്റുകൾക്ക് ബഹ്റൈനിൽ ബന്ധപ്പെടുക. വിശദീകരിക്കുകയുണ്ടായി. സലാം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് ആ കാര്യം ആ വിഷയത്തിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിന് ശേഷം നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ ചര്യകളെ സംബന്ധിച്ചും സമ്പ്രദായങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെ ധാരാളക്കണക്കിന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, അവയെ സംബന്ധിച്ചും ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചും എല്ലാം വിശദമായി തന്നെ ഒരു പഠനം ഇനിയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് റമദാനിന് ശേഷമുള്ള ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ചത് അത്തഹിയാത്തിന് ഇരിക്കുന്ന രൂപത്തെ സംബന്ധിച്ചും അതിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചുമായിരുന്നു വിശദീകരിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദ് നിർവഹിച്ചത് എങ്ങനെയാണെന്ന്, ആ തശഹ്ഹുദിന്റെ പല രൂപങ്ങളിൽ നിന്ന് നമുക്ക് പരിചയമുള്ള രൂപങ്ങൾ മാത്രം വിശദീകരിക്കുകയും അതിലടങ്ങിയിട്ടുള്ള മഹത്തായ ചില പാഠങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ, ഏതൊരു നമസ്കാരത്തിലും രണ്ടാമത്തെ റക്അത്തിൽ അവസാനിച്ചു കഴിയുമ്പോൾ ഒരു തശഹ്ഹുദുണ്ട്, അത്തഹിയാത്തുണ്ട്. ആദ്യത്തെ അത്തഹിയാത്ത് എന്ന പേരിൽ നമ്മളെല്ലാം അത് നിർവഹിക്കാറുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വീണ്ടും 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 4-ാം റക്അത്തും കഴിഞ്ഞ് നിസ്കാരം അവസാനിപ്പിക്കുന്നതോടുകൂടി നിർവഹിക്കുന്നതാണ് അവസാനത്തെ തശഹ്ഹുദ് എന്ന പേരിൽ നമുക്കെല്ലാം പരിചയമുള്ള ആയിരിക്കും. അതിൽ ഇരിക്കേണ്ടുന്ന രൂപത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ തഹിയാത്തിന്റെ രൂപവും ഇരുത്തത്തിൽ പ്രത്യേകതയും വ്യത്യാസവുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ അവസാനത്തെ തഹിയാത്തിന് ഇരിക്കുന്ന രൂപം ഒരാൾക്ക് സ്വഫിന്റെ തിരക്ക് കാരണത്താലോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കാരണത്താലോ ആ ഇരുത്തത്തിന്റെ സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നില്ല. അവൻ ഒന്നാമത്തെ ആ അത്തഹിയാത്തിനിരിക്കുന്ന ആ ഇരുത്തം തന്നെ അവസാന അത്തഹിയാത്തിനും ഇരിക്കാവുന്നതാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനൊരു കഴിവുണ്ടായിട്ടും അവൻ ആ ചര്യ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരു പുണ്യം അവന് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവൻ കുറ്റക്കാരനാകുന്നില്ല. പ്രത്യേകിച്ച് അവന് ഞെരുങ്ങിയ ഒരു സ്വത്തിലാണെങ്കിൽ അവൻ അതിന് ഉത്തരവാദിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ നിലക്ക് അവസാന അത്തഹിയാത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ, അത്തഹിയാത്ത് അത് ആ ഒരു പ്രാർത്ഥനയുടെ തുടക്ക ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തിയും പടച്ചതമ്പുരാനെ പ്രത്യേകമായുള്ള ആരാധനകളെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും മനുഷ്യന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കുറെ ദിക്റുകളും പ്രാർത്ഥനകളുമാണ് തശഹ്ഹുദിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അത്തഹിയാത്തിന്റെ വിവിധ രൂപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല രൂപത്തിൽ അത്തഹിയാത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് പരിചയമുള്ള രൂപമാണ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني. أنت المقدم وأنت المؤخر. لا إله إلا أنت. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. നമുക്ക് സാധാരണയായി നമ്മൾ നമസ്കാരത്തിൽ സാധാരണക്കാരായ മലയാളി സുഹൃത്തുക്കൾക്കെല്ലാം പരിചയമുള്ള അത്തഹിയാത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായ രൂപമാണ്. ഇതല്ലാത്ത നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ അത്തഹിയാത്തു ലില്ലാഹ്, അസ്സലവാത്തു അത്വയ്യിബാ എന്ന് തുടങ്ങി പിന്നെ നമുക്ക് പരിചയമുള്ള അതേപോലെ തന്നെ ചൊല്ലി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് പകരം വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് തുടങ്ങിയിട്ടുള്ള രൂപത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് നിലക്ക് നബി തിരുമേനിയിൽ നിന്ന് സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തശഹ്ഹുദിന്റെ ഏത് രീതികളും നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഏത് രീതി അവലംബിച്ചാലും നമുക്കതിന് പുണ്യം ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ ചില ഈ എന്താണ് അത്തഹിയാത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അർത്ഥമൊന്നും അറിയാതെ ഇങ്ങനെ ഉരുവിട്ടു പോവുകയാണ്. എന്തൊക്കെയോ മഹത്വമേറിയ കാര്യങ്ങൾ നമ്മൾ ആ തശഹ്ഹുദിലൂടെ റബ്ബുൽ ആലമീനിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ചിന്തിക്കുന്നില്ല. നമസ്കരിക്കുന്ന ഒരു മുസ്ലിം ഏറ്റവും അധികം പ്രാധാന്യപൂർവ്വം അവൻ നിർവഹിക്കുന്ന തശഹ്ഹുദിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ആ തശഹ്ഹുദ് അവനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ പറയുന്നത് അത്തഹിയാത്തു
തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച സമർപ്പിക്കുക, കാണിക്ക നൽകുക. തഹിയ്യത്ത് പള്ളിയിൽ കയറിയാൽ ഒരു തഹിയ്യത്തുകാരൻ എന്നാണ് നമ്മൾ പറയാ, അതൊരു കാഴ്ചയാണ്, ഒരു കാണിക്ക അർപ്പിക്കുകയാണ്. അപ്പൊ ആ തഹിയ്യാത്തു എല്ലാ കാണിക്കകൾ അർപ്പിക്കുവാനും, എല്ലാ തിരുമുൽ കാഴ്ച എന്നാണ് നമ്മൾ അതിന് പണ്ട് മലയാളത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്ത് കാഴ്ചകൾ അർപ്പിക്കുവാനും അർഹൻ അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു അനുഗ്രഹങ്ങൾ, എല്ലാ ബർക്കത്തുകളും, അതേപോലെ തന്നെ അസ്സലവാത്തു എല്ലാ പ്രാർത്ഥനകളും, അത് നിസ്കാരം പെട്ടു, മറ്റുള്ള എല്ലാം അതിൽ ഉൾപ്പെട്ടു. അത്വയ്യിബാത്തു എല്ലാ നല്ലതും അതിലെല്ലാം പെട്ടുകഴിഞ്ഞു. ലില്ലാഹ് അള്ളാഹുവിനാണ്, എല്ലാം അള്ളാഹുവിനാണ് വാസ്തവത്തിൽ അർപ്പിക്കാൻ ഏക ശക്തി ആ നാഥൻ മാത്രമാണ് എന്ന് നമ്മൾ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അതാണ് അതിന്റെ ആദ്യ ഭാഗം. അതിൽ ഇവിടെ നമ്മൾ സമർപ്പിക്കാവുന്നതിൽ വെച്ച് നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, അനുഗ്രഹങ്ങൾ, എല്ലാ നല്ലതായ പ്രവർത്തനങ്ങളും എല്ലാത്തിന്റെയും കേന്ദ്രവും ഉടമയും റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. അതുകൊണ്ട് പകരം എന്തെങ്കിലും നൽകാൻ ഈ പ്രപഞ്ചത്തിൽ യോഗ്യതയും അർഹതയുമുള്ള ഒരു ശക്തിയുണ്ടെങ്കിൽ അത് റഹ്മാനായ തമ്പുരാന് മാത്രമാണ്. വേറെ ആര് മുഖേന എനിക്ക് കിട്ടിയാലും എന്തിന്റെയും സ്രോതസ് പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് എന്റെ എല്ലാ നന്ദിയും, എന്റെ എല്ലാ നല്ല വാക്കുകളും, എന്റെ എല്ലാ നല്ല കർമ്മങ്ങളും അർപ്പിക്കുവാൻ അർഹതയും യോഗ്യതയും അവകാശവും ഉള്ളത് റഹ്മാനായ റബ്ബുൽ ആലമീനിന്റെ മാത്രമാണ്. അതാണ് നമ്മൾ ആദ്യ വരിയിൽ പറഞ്ഞത്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക, താങ്കളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ. അയ്യുഹൻ നബിയ്യു, ഹേ പ്രവാചകരെ. വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ കാരുണ്യവും വർഷിക്കുമാറാകട്ടെ. വബറകാതുഹു, പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളും വർഷിക്കുമാറാകട്ടെ. ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുമ്പോൾ ആ നബി അത് കേട്ട് ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന നിലക്ക് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിൽ അവസാനത്തേതും ആദ്യത്തേതുമായ അത്തഹിയ്യാത്തുവിൽ എല്ലാ മുസ്ലിമീങ്ങളും, ലോകത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാര് മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് സഹായം തേടുന്നതിന് നമസ്കാരത്തിൽ തന്നെ തെളിവുണ്ട് എന്ന് ദുർവ്യാഖ്യാനത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ചില പണ്ഡിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്താണ് അതിന് പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയേ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ നബിയേ എന്ന് വിളിച്ചു. അപ്പൊ നബിയെ വിളിക്കാൻ തെളിവായി. അപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ വിളിക്കാമെങ്കിൽ നിസ്കാരത്തിന് പുറത്തും തെറ്റ് ചെയ്താൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യാൻ വേണ്ടി നബിയെ വിളിക്കാം. ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി നബിയെ വിളിക്കാം. നബിയെ വിളിക്കാമെങ്കിൽ പിന്നെ മറ്റുള്ള ഔലിയാക്കന്മാരെയും എല്ലാവരെയും നമുക്കിങ്ങനെ വിളിക്കാവുന്നതാണ്. ഹൈത്തി ശൈഖിനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, എല്ലാവരെയും വിളിക്കാം. എന്താ കാരണം? വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക, ഹേ നബിയെ, അയ്യുഹൻ നബിയു, നബിയെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, നബിനെ വിളിച്ച് നമ്മൾ തേടുന്നുണ്ട് എന്നാണ് ദുർവ്യാഖ്യാനം. ഇത് ഏറ്റവും വലിയ അബദ്ധമായ ധാരണയാണ്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഈ നിലക്കാണ് അത്തഹിയ്യാത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഒരു വശം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കരിക്കുമ്പോൾ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ് നബി അത്തഹിയ്യാത്ത് ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ ആരെങ്കിലും സമ്മതിക്കേണ്ടി വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബി ഭാഷാ വ്യാകരണ നിയമപ്രകാരം ഇവിടെ ഈ അയ്യുഹൻ നബിയു എന്നുള്ള വിളി വാസ്തവത്തിൽ ഒരാളെ വിളിക്കലല്ല എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്തിസാസ് എന്നാണ് അതിന് അറബി ഗ്രാമർ പ്രകാരം അതിന്റെ നിയമം പേര്. ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രത്യേകാക്കുക, പ്രത്യേകം ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യലേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അതിലെ നബിനെ വിളിക്കൽ ഉദ്ദേശമല്ല. പിന്നെന്താണ് അവിടെ ഉദ്ദേശം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നാഥ നീ രക്ഷയും സമാധാനവും അനുഗ്രഹവും ചൊരിയണമേ എന്ന് നബിക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന ഒരു ഉദ്ദേശം മാത്രമേ അവിടെയുള്ളൂ. അതല്ലാതെ അവിടെ നബിയെ വിളിക്കുക എന്നുള്ള ഒരു നിദാ എന്നാണ് അറബി പറയാ. ആ ഒരു വിളിയുടെ രൂപം അവിടെയില്ല. എന്ന് നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ദുർവ്യാഖ്യാനത്തിന്റെ ആളുകൾ പിൽക്കാലത്ത് വന്നെങ്കിലോ എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷം അത്തഹിയ്യാത്ത് ഓതുമ്പോൾ പല സ്വഹാബത്തും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാറില്ലായിരുന്നു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇവരെന്താ അവർ പറഞ്ഞിരുന്നത്? അസ്സലാമു അലൻ നബിയ്യി എന്നാണ് പറയാറുണ്ടായിരുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നേർക്കുനേരെ ഒരാളോട് പറയുന്ന ആ സംബോധന ശൈലിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി സ്ഥലത്തില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അസ്സലാമു അലൻ നബിയ്യി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നായിരുന്നു അത്തഹിയ്യാത്ത് ചൊല്ലിയിരുന്നത് എന്ന് സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കിതാബുൽ ഇസ്തിഇദാനിൽ അദ്ദേഹം വിശദമായി ഈ കാര്യം പറയുന്നുണ്ട്. സ്വഹാബാ കിറാം വിശദീകരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അത്തഹിയ്യാത്ത് പഠിപ്പിച്ചു തന്നു, ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിച്ചു തന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും നമുക്ക് ഈ പ്രയോഗം കാണാൻ സാധിക്കും. ഒരു സൂറത്ത്, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്ന ഗൗരവത്തോടുകൂടെയായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് തശഹ്ഹുദ് പഠിപ്പിച്ചു തന്നിരുന്നത്. അങ്ങനെ അത്തഹിയ്യാത്തിന്റെ ആ രൂപം ഇങ്ങനെ അദ്ദേഹം ചൊല്ലി, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതുവരെ അദ്ദേഹം ചൊല്ലിയിട്ട് അദ്ദേഹം പറഞ്ഞു, വഹുവ ബൈന ലഹ്റാനൈനാ, പ്രവാചകൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കെ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചൊല്ലിയിരുന്നത്. എന്നാൽ ഫലമ്മാ ഖുബിള, അവിടുന്ന് വഫാത്തായപ്പോൾ, റസൂലുള്ളാഹി മരണപ്പെട്ടപ്പോൾ, ഖുൽനാ, പിന്നെ ഞങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി അസ്സലാമു അലൻ നബിയ്യി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നുള്ള പ്രയോഗം മാറ്റിയിട്ട് അസ്സലാമു അലൻ നബിയ്യി, നബിയുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, നബിയെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്നുള്ള ആ സംബോധനാ ശൈലി മാറ്റി അസ്സലാമു അലൻ നബിയ്യി എന്നാക്കി ഞങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി എന്ന്. ഇത് ഫത്ഹുൽ ബാരിയിൽ വളരെ വിശദമായി അതിന്റെ 2-ാം വാള്യം 250-ാമത്തെ പേജിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, ഇതേ സംഭവം തന്നെ അബൂ അവാന അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും വ്യത്യസ്തങ്ങളായ പരമ്പരകളിലൂടെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും പറഞ്ഞു, റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ അസ്സലാമു അലൻ നബിയ്യി എന്നാണ് പറഞ്ഞിരുന്നത് എന്ന്. വകദാലിക റവാഹു ഇബ്നു അബീ ശൈബ, ഇബ്നു അബീ ശൈബയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഖാല സുബ്കി ഫീ ശറഹിൽ മിൻഹാജ്, ഇമാം സുബ്കി ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, മിൻഹാജിന്റെ ശറഹിൽ അദ്ദേഹം പറയാണ്, ഈ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം, ഇൻ സഹഹ ഹാദാ അനിസ് സഹാബ, സഹാബാ കിറാം ഇങ്ങനെയാണ് അത്തഹിയ്യാത്തിൽ ഇങ്ങനെയാണ് അസ്സലാമു അലൻ നബിയ്യി എന്നാണ് പറഞ്ഞിരുന്നത് എന്നത് ശരിയാണെങ്കിൽ, ദല്ല, അതറിയിക്കുന്നു, അലാ അന്നൽ ഖിതാബ ഫിസ്സലാമി ബഅദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു വാജിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയേണ്ട നിർബന്ധമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഫയഖാലു അസ്സലാമു അലൻ നബിയ്യി എന്ന് പറഞ്ഞാൽ മതി. ഖുൽതു, എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുകയാണ്, ഖുൽതു, ഞാൻ പറയട്ടെ, ഖദ് സഹഹ ബിലാ റൈബിൻ, സ്വഹാബാ കിറാമിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരിയാണെങ്കിൽ ഇനി ഇങ്ങനെ ചൊല്ലൽ നിർബന്ധമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ, സ്വഹാബാ കിറാമിൽ നിന്ന് ഇത് ശരിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വഖദ് വജദ്തു ലഹു മുതാബിഅൻ ഖവിയൻ, ശക്തമായി ഇതിന് ഉപോത്ഫലകമായ വേറെയും ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖാല അബ്ദുർ റസാഖ് അഖ്ബറനാ ഇബ്നു ജുറൈജ് അഖ്ബറനി അതാ അന്ന الصحابة كانوا يقولون والنبي صلى الله عليه وسلم حي السلام عليك أيها النبي فلما مات قالوا السلام على النبي وهذا إسناد صحيح. ഫത്ഹുൽ ബാരി 2-ാം വാള്യം 250-ാമത്തെ പേജ്. എന്താണ് അതിൽ പറയുന്നത്? മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വഹാബത്ത് കാനൂ യഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു, എപ്പോൾ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് അത്തഹിയ്യാത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു സ്വഹാബാ കിറാം. ഫലമ്മാ മാതാ, റസൂലുള്ളാഹി വഫാത്തായതിന്റെ ശേഷം ഖാലു, പിന്നെ അവർ ചൊല്ലിയത് അസ്സലാമു അലൻ നബിയ്യി എന്നാണ്. വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് സഹീഹായ പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാകുന്നു.
എന്നിട്ട് അദ്ദേഹം പിന്നെയും 11ാമത്തെ വാള്യത്തിൽ 56-ാം പേജിൽ ഈ വിഷയം തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വാക്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നഹും സ്വഹാബാക്കിറാം കാനൂ യഖൂലൂന അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ബികാഫിൽ ഖിതാബി ഫീ ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു അഭിസംബോധന ശൈലിയിൽ അവർ ഇങ്ങനെ സലാം ചൊല്ലിയിരുന്നത്. ഫലമ്മാ മാത്തൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വഫാത്തായപ്പോൾ തറക്കു അവർ ഉപേക്ഷിച്ചു അൽ ഖിതാബ്, ഈ ക അയ്യുഹ എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ അവർ ചൊല്ലിയത് ഫസാറു യഖൂലൂന അസ്സലാമു അലൻ നബിയ്യി എന്നാണ് ചൊല്ലിപ്പോന്നത്. അപ്പൊ ഇന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തന്നെ അത്തഹിയാത്തിൽ ചൊല്ലൽ നിർബന്ധമില്ല. നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയാണല്ലോ എന്ന സ്നേഹം വെച്ചുകൊണ്ട് നമുക്കൊക്കെ ഇപ്പോഴും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തന്നെ ചൊല്ലാം. എന്നാൽ സ്വഹാബാക്കിറാം അവരെന്ത് ചെയ്തു? അസ്സലാമു അലൻ നബിയ്യി എന്നാക്കിയത് കൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അവരാ ചെയ്ത കാര്യം അതും ശരിയാണ്. അതുകൊണ്ട് അസ്സലാമു അലൻ നബിയ്യി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയാത്ത് ചൊല്ലിയാലും ശരിയാണ്. കാരണം സത്യത്തിന്റെ പാതയിൽ ചരിച്ച സ്വഹാബാക്കിറാം അങ്ങനെയാണ് നിർവഹിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നമ്മൾ ചൊല്ലും പോലെ തന്നെ ചൊല്ലുന്നു. പക്ഷേ ഇവിടെ ദുർവ്യാഖ്യാനത്തിന് ഇങ്ങനെ ലോക മുസ്ലിങ്ങളോട് നിസ്കാരത്തിലിതാ മരണപ്പെട്ടുപോയ റസൂലുള്ളാഹിനെ വിളിച്ചു തേടാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മഠേത്വം ഇസ്ലാമിൽ അതിന് രേഖയില്ല എന്ന് ചുരുക്കം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നമ്മൾ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടം പറയുകയാണെന്ന വിശ്വാസത്തോടുകൂടെയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലമല്ല നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് അവിടെ റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൻ നബിയ്യി, നബിയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും റഹ്മത്തും ബർക്കത്തുകളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിലൂടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട തത്വം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്തും സലാമും പ്രാർത്ഥനയും ഒക്കെ നിർവഹിക്കുന്നതിലൂടെ മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ മദ്ഹ് പറയാറുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ എല്ലാറ്റിലും ഉന്നത വ്യക്തിത്വം പുലർത്തുന്ന വ്യക്തിത്വമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള പ്രവാചകൻ, എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായിക്കൊണ്ട്, ലോകത്തിലുള്ള എല്ലാ ജനകോടികളുടെയും നേതാവായിക്കൊണ്ട് നാളെ പരലോകത്ത് ഒന്നാമതായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള ജനത മുഴുക്കെ പ്രയാസങ്ങളും വെപ്രാളത്തിലുമായി കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ദിവസം എല്ലാ അമ്പിയാക്കളും കൈമലർത്തുമ്പോഴും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാന്റെ മുമ്പിൽ വർഷങ്ങളോളം സുജൂദിൽ കിടന്ന് ഈ ജനകോടികൾക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ പറഞ്ഞുകൊണ്ട് വിചാരണക്കൊന്ന് എടുത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്ക യോഗ്യത നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്ത് പടച്ചതമ്പുരാനെ കഴിച്ചാൽ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒന്നാമതായി വരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 5 നേരം ലോക മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലോകത്തുള്ള എല്ലാ മിനാരങ്ങളിൽ നിന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാത്ത ബാങ്കല്ല, പ്രവാചകന്റെ പേര് പറയാത്ത ബാങ്കല്ല, പ്രവാചകന്റെ പേര് പറയപ്പെടാത്ത നിസ്കാരങ്ങൾ അത് ശരിയായ രൂപത്തിൽ നിസ്കാരമായി മാറുന്നില്ല. എല്ലാറ്റിലും സ്ഥാനം നൽകിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അവന്റെ ജീവനേക്കാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലേ, ആ പ്രവാചകന് വേണ്ടിയും നീ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കണം. ആ എല്ലാ സ്ഥാനമാനങ്ങളുമുള്ള പ്രവാചകന് പോലും റബ്ബുൽ ആലമീനിന്റെ ഔദാര്യമില്ലാതെ കണ്ട് രക്ഷയില്ല. ആ റബ്ബിന്റെ രക്ഷയും സമാധാനവും കിട്ടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും രക്ഷയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അവസാനങ്ങളിൽ റബ്ബിനോട് കേണപേക്ഷിക്കണം. അതാണ് മുസ്ലിമിനെ കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കരിക്കുക. അല്ല നബിനെ വിളിച്ച് തേടല്ല, റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയല്ല, നേരെ എതിരാണ് ഇവിടെ വിഷയം. ഈ കണ്ട പ്രാധാന്യങ്ങളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചവനെ, നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ കരുണയും നിന്റെ രക്ഷയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വർഷിക്കുമാറാകണമേ. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അപ്പോ ഏറ്റവും നല്ല മനുഷ്യന് വേണ്ടി പോലും നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ ആ മനുഷ്യനോട് പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് വേണ്ടിയും റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ സിദ്ധാന്തം അത്തഹിയാത്ത് ചൊല്ലുന്ന മുസ്ലിമിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കണം. അതാണ് അത്തഹിയാത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നബിക്ക് വേണ്ടി നമ്മൾ അവിടെ പ്രത്യേകം ദുആ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അതങ്ങനെ സ്പീഡിൽ അടിച്ചുവിടും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എന്താ പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അസ്സലാമു അലൈനാ, രക്ഷ, നബിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അസ്സലാമു അലൈനാ, പടച്ചവനെ രക്ഷ ഞങ്ങളുടെ മേലും ഉണ്ടാകണേ. ഞങ്ങളുടെ മേലെന്ന് പറയുമ്പോ ഈ നിസ്കരിക്കുന്ന എന്റെ മേല് മാത്രമല്ല, വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, സാലിഹീങ്ങളായിട്ട് ഈ ഭൂമുഖത്ത് ആരൊക്കെ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ എല്ലാ സാലിഹീങ്ങൾക്കും നീ രക്ഷ നൽകണം റബ്ബേ. നിസ്കാരത്തില് നമ്മൾ ലോക മുസ്ലിമീങ്ങൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? അസ്സലാമു അലൈനാ, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാവണേ. പടച്ചോനെ, നിന്റെ രക്ഷയല്ലാതെ ഒരു രക്ഷയുമില്ല. നിന്റെ സലാമത്ത്, നിന്റെ ബർക്കത്ത്, നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം, നിന്റെ മഗ്ഫിറത്ത് എല്ലാം കേന്ദ്രം നിന്റെതാണ്. അത് ഞങ്ങളുടെ മേലുണ്ടാകണം. ഓരോരുത്തരെങ്ങനെ പിന്നെ പേരെടുത്ത് പറയേണ്ടതില്ല. പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് ആദ്യം പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ആദ്യം കൊടുക്കു പടച്ചോനെ. കാരണം ഞങ്ങൾ ഇന്ന് നിസ്കരിക്കുന്ന ഈ നിസ്കാരം നേരായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള വഴി കാണിച്ചു തന്ന വ്യക്തിത്വം ആ പ്രവാചകനാണ്. അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് കൊടുക്കും. ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ദുആയുടെ ഒരു പ്രാധാന്യം, ദുആയുടെ ഒരു രീതി അത്തഹിയാത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മുടെ കാര്യം പറയുക. നമ്മുടെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു രീതി ഇതിൽ കാണാൻ സാധിക്കും. കാരണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ, നമ്മുടെ കാര്യം പറഞ്ഞു, വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽ വരെ നമ്മൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല. പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമാക്കരുത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിന് ആദ്യം മുൻഗണന കൊടുക്കണം. അതിവിടെയും കൊടുത്തു. അസ്സലാമു അലൈനാ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് രക്ഷ തരണേ. പിന്നെ പറഞ്ഞു വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, എല്ലാ അടിമകൾക്കും കൊടുക്കണേ. മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആനിൽ അങ്ങനെയാണ് കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിയമം ഇറങ്ങുന്നതിന്റെ മുമ്പ് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. റബ്ബന ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തു തരണം. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണം. വലിൽ മുഅ്മിനീൻ, കണ്ടോ, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണക്കെടുക്കുന്ന ദിവസം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയതാ സൂറത്ത് നൂഹിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നൂഹ് നബിയുടെ പ്രാർത്ഥന, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണം. വലിവാലിദയ്യ, എന്നെ വളർത്തി പരിപാലിച്ചുണ്ടാക്കിയ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു വരണം. വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ സത്യവിശ്വാസികൾക്കും എല്ലാ സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണേ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. അപ്പൊ ദുആ ചെയ്യുമ്പോ, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യത്തോടൊപ്പം സഹജീവികളായ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കൽ ഇസ്ലാമിലെ ഒരു ചര്യയാകുന്നു, ഒരു സമ്പ്രദായമാകുന്നു. അതിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും നമുക്കതിൽ ഉദ്ദേശിക്കാവുന്നതാണ്. എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, നമ്മൾ പ്രാർത്ഥിച്ചു, എല്ലാ സാലിഹീങ്ങളായ അടിമകൾക്കുണ്ടാവണേ. ഞാൻ നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുമ്പോഴും അത് തന്നെ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനകോടികൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അതിലൊരു പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു വികാരമാണ്. ആരാണിവിടെ സാലിഹ് എന്ന് പറഞ്ഞാൽ, ഇന്നഹുൽ ഖായിമു ബിമാ യജിബു അലൈഹി മിൻ ഹുഖൂഖില്ലാഹി വ ഹുഖൂഖി ഇബാദിഹി. അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും
സൃഷ്ടികളോടുള്ള കടപ്പാടുകളും കഴിവിന്റെ പരമാവധി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് പരമാവധി ജീവിക്കുന്നവനാണ് സാലിഹായ മനുഷ്യൻ. ഈ സാലിഹായ മനുഷ്യൻ മൻ അറാദ അൻ യുഹ്ളാ ബിഹാദ സലാമില്ലദീ യുസല്ലിമുഹുൽ ഖൽഖു ഫിസ്സലാ, ലോക മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ അടിമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും ഈ മഹത്തായ ഭാഗ്യത്തിന് അർഹനാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയകുൻ അബ്ദൻ സാലിഹ, അവൻ നല്ലവനായി ജീവിക്കട്ടെ, സാലിഹായി ജീവിക്കട്ടെ. വയില്ല, അങ്ങനെയല്ലെങ്കിൽ ഹുരിമ ഹാദൽ ഫദ്ലുൽ അളീം, ഈ മഹത്തായ ഒരു കാര്യം അവന് നഷ്ടപ്പെടും. നമുക്ക് ആലോചിക്കാതെ തന്നെ അറിയാം, ലോകത്തുള്ള എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ സാലിഹീങ്ങൾക്ക് നിന്റെ രക്ഷയുണ്ടാവണേ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടി നാ മാത്രം പറഞ്ഞത്? വഅലാ ഇബാദില്ലാ, അല്ലാഹുവിന്റെ എല്ലാ അടിമകൾക്കും എന്നല്ല പറഞ്ഞത്. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, ഉപാധിയുണ്ട്, സാലിഹീങ്ങളായ നിന്റെ അടിമകൾക്കൊക്കെ രക്ഷയുണ്ടാവണേ. ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യം പെടണമെങ്കിൽ നമ്മൾ ആരാവണം? സാലിഹാവണം. ഫൽയകുൻ അബ്ദൻ സാലിഹ, സാലിഹായി ജീവിച്ചോ. അതല്ലെങ്കിൽ ലോക മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഗണത്തിൽ നീ പെട്ടുപോകില്ല. നീ ഫാസിക്കായി ജീവിച്ചാൽ, നീ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവനായാലേ ഈ ലോക മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ അർഹനാവുകയുള്ളൂ. 5 നേരം നിസ്കരിക്കുന്നത് തന്നെ സുബഹി അടക്കം ജമാഅത്തോടുകൂടെ നിർവഹിച്ചാലേ നീ ഈ പ്രാർത്ഥനയ്ക്ക് അർഹനാവുകയുള്ളൂ. കൃത്യമായി ഉപനിഷ്ഠിക്കുകയും കൃത്യമായി സക്കാത്ത് കൊടുക്കുകയും കഴിവിന്റെ പരമാവധി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നല്ലവനായി നീ ജീവിച്ചാൽ മാത്രമേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നീ അർഹനാവുകയുള്ളൂ. സാലിഹീ എന്നുള്ള ഗുണം നമുക്ക് കിട്ടിയാലല്ലേ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥനയോട് നമുക്ക് ഗുണമുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും നിലക്കുള്ള ജീവിതമാണെങ്കിലോ ഈ മഹത്തായ ശ്രേഷ്ഠത അവന് നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആർക്കെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ തനിക്ക് വേണ്ടി മറ്റുള്ളവർ ദുആ ചെയ്യണം, ആ ദുആ കൊണ്ട് തനിക്ക് ഫലമുണ്ടാകണം എന്നുള്ള സദുദ്ദേശമുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ? സാലിഹായി ജീവിക്കാം. എന്നാ നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, നിസ്കാരം കൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണം, ലോകത്തൊരു മുസ്ലിം നിർവഹിക്കുന്ന നിസ്കാരം കൊണ്ട് ലോകത്തുള്ള എല്ലാ സാലിഹീങ്ങൾക്കും പുണ്യമാണ്. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, റബ്ബേ എനിക്ക് രക്ഷ തരണം. സാലിഹീങ്ങളായ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും, ഈ മണ്ണിൽ അടിയിൽ വിശ്രമിക്കുന്നവരും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നവരുമുണ്ട്, അവരിൽ എല്ലാ സാലിഹീങ്ങൾക്കും റബ്ബേ നീ രക്ഷ കൊടുക്കണേ, നിന്റെ സമാധാനം അവർക്ക് നൽകണേ, നിന്റെ പാപമോചനം അവർക്ക് നൽകണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഒരു മുസ്ലിം നിസ്കരിച്ചാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനും പുണ്യം. അത് കരസ്ഥമാകണമെങ്കിൽ സാലിഹായ ജീവിതം നയിച്ചേ പറ്റൂ. അല്ലാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ചാൽ ലോകത്തുള്ള എല്ലാ പള്ളികളിൽ നടക്കുന്ന ജമാഅത്തിന്റെയും അവിടെ വെച്ച് നമ്മളെപ്പോലെയല്ലോ റബ്ബിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഏറ്റവും വലിയ രത്നങ്ങൾ റബ്ബിനോട് തേടുന്നുണ്ടാകും. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ഞാനും നിങ്ങളും തേടുന്നത് പോലെയല്ല. പടച്ചതമ്പുരാനോട് പാപമംഗലമായ ജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളും തേടുന്നത് പോലെയാണോ? ലോകത്ത് അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അപ്പത്തന്നെ ഉത്തരം കൊടുക്കുമെന്ന് റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടില്ല. ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ താമസിക്കുന്ന റബ്ബിന്റെ ഔലിയാക്കന്മാരുണ്ട്, ഇല്ലേ? ശുഹദാക്കളായി അവർ അവസാനം മരിച്ചുപോയ നല്ലവരായ ആളുകളുണ്ട്. അവരൊക്കെയും അവരുടെ നിസ്കാരത്തിൽ ലോകത്തെവിടെയെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഏത് കോണിലും ഉണ്ടാവുമല്ലോ മുത്തഖീങ്ങൾ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഏറ്റവും അധികം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ പാതയിൽ നിന്ന് ഒരിക്കലും പതറാതെ ജീവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുസ്ലിമിന്റെ നാവിലൂടെ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടിയെങ്കിൽ നമ്മൾ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാലേ ആ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരുടെ നിസ്കാരത്തിലും നമ്മളൊക്കെ പരസ്പരം അങ്ങുമിങ്ങും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്യണമെങ്കിൽ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സാലിഹിന് വേണ്ടി, ആ സാലിഹായി തീരുക എന്നുള്ളത് മാത്രമാണ് വഴി. അപ്പൊ അതാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുള്ളതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഒന്നും കൂടി ആവർത്തിക്കുക. ഞാനിതാ പടച്ചതമ്പുരാനല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായി ആരും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നർത്ഥം. ഞാൻ പറയുന്നു എന്നല്ലല്ലോ, അശ്ഹദു എന്നാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അഖൂലു എന്നറിയുന്നത് അശ്ഹദു എന്നറിയിട്ട് വ്യത്യാസം. അല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ലാതെ ഞാൻ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ പറയുന്നു. അതുപോലെയല്ല അശ്ഹദു എന്ന് പറയുമ്പോൾ ഞാൻ സാക്ഷി നിൽക്കുന്നു എന്നാണ്.
അപ്പൊ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല. എന്താ തെളിവ്? എന്റെ ജീവിതം നോക്ക്. ഞാൻ അല്ലാഹനെ അല്ലാതെ ആരാധിക്കുന്നില്ല, ഞാൻ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ റബ്ബിനല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നില്ല, ഞാൻ റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യുന്നില്ല, ഞാൻ റബ്ബിന് വേണ്ടിയല്ലാതെ ഭജനമിരിക്കുന്നില്ല, ഞാൻ റബ്ബിന്റെ ഭവനത്തിന്റെ ചുറ്റുമല്ലാതെ തവാഫ് നടത്തുന്നില്ല. അങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അതെങ്ങനെയാ? ആ പ്രവാചകൻ കാണിച്ചു തന്നതാണ് എന്റെ ജീവിതത്തിലൊക്കെ ഉള്ളത്. അത് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതാ നടക്കുന്നു ഞാൻ. അതല്ലേ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസഫാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. എല്ലാ ജനങ്ങൾക്കും മാതൃകയാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾ. എല്ലാവർക്കും നിങ്ങൾ ശുഹദാക്കളാണ്, മാതൃകകളാണ്. നിങ്ങൾക്ക് മാതൃകയാരാണ്? വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾ പാഠം പഠിച്ചത് ആരിൽ നിന്ന്? റസൂലുള്ളാഹിയിൽ നിന്ന്. അത് കേട്ടുകൊണ്ട് പഠിച്ച നിങ്ങൾ മറ്റുള്ള മതസ്ഥർക്കും മറ്റു ജനസമൂഹത്തിനും നിങ്ങൾ മാതൃകയാണ്. അതാ നമ്മളാ പറയുന്നത്, പടച്ചോരെ ഞാൻ മാതൃകയാണ്, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഅശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നു. എന്ത് വലിയ ഗൗരവമുള്ള വിഷയ പറയുന്നു. പിന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തുകളാണ്. ഇതിപ്പോ ആദ്യത്തെ തഹിയ്യാത്തിൽ ഇത്രമാത്രം പറഞ്ഞാൽ മതി. സമയം കിട്ടിയാൽ ആദ്യത്തെ തഹിയ്യാത്തിലും സ്വലാത്ത് ചൊല്ലണം, അവസാനത്തെ തഹിയ്യാത്തിൽ മാത്രമേ സ്വലാത്ത് ചൊല്ലാവുന്നില്ല. സമയം കിട്ടിയാൽ ആദ്യത്തെ തഹിയ്യാത്തിലും സ്വലാത്ത് ചൊല്ല. ചില ആൾക്കാർ സമയം കിട്ടിയാലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കും. വേണ്ട, സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപം നബിക്കും കുടുംബത്തിനും വേണ്ടി സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നെങ്കിലും ചുരുങ്ങി ചൊല്ലുക. എന്നിട്ട് എഴുന്നേൽക്കുക. കിട്ടുമെങ്കിൽ പരിപൂർണമായി തന്നെ സ്വലാത്ത് ചൊല്ലുക. ആദ്യത്തെ തഹിയ്യാത്തിൽ അത് വേണ്ടതില്ല എന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. സമയം കിട്ടിയെങ്കിൽ നിങ്ങളത് നിർവഹിക്കണം. ഇനി ആദ്യത്തെ തഹിയ്യാത്തിൽ തന്നെയും നിങ്ങൾക്ക് പ്രാർത്ഥനയും വേണമെങ്കിൽ നിർവഹിക്കാം. ആദ്യത്തെ തഹിയ്യാത്തിൽ പ്രാർത്ഥിച്ചൂടാ, അവസാനത്തെ തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കാവൂ ഒന്നും വിചാരിക്കണ്ട. ആദ്യത്തെ തഹിയ്യാത്തിൽ സദർഭ് കിട്ടുകയാണെങ്കിൽ സ്വലാത്തും പ്രാർത്ഥനയൊക്കെ നിർവഹിക്കാവുന്നതാണ്. അപ്പൊ അവസാനത്തെ തഹിയ്യാത്തിൽ ഇതേതായാലും ചൊല്ലുന്നു. സ്വലാത്തിനും വിവിധങ്ങളായ രൂപങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വൈവിധ്യമാർന്ന നിലക്ക് സ്വലാത്തിന്റെ രൂപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് നിലക്കും നമുക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. ആ കൂട്ടത്തിൽ ഒരായത്തിറങ്ങി, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു അവന്റെ മലക്കുകൾ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും പ്രവാചകന് വേണ്ടി സലാത്തും സലാമും ചൊല്ലുവീൻ. ഈ ആയത്തറിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ ആയത്തിൽ 2 വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവും മലക്കുകളും സലാത്ത് ചൊല്ലുന്നു. നബിയുടെ വിശദീകരണം അല്ലെങ്കിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു തരുന്നു. അല്ലാഹു സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയലായിരിക്കൂലേ. അതായത് അള്ളാഹു ഗുണം ചെയ്യുന്നു, റസൂലുള്ളാഹിക്ക് അല്ലാഹു ഗുണം ചെയ്തു കൊടുക്കുന്നു എന്നാണ് പടച്ചോൻ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗുണത്തിന് വേണ്ടി റബ്ബുൽ ആലമീനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തും സലാമും ചൊല്ലണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്ന് അങ്ങ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. സലാത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്? പടച്ചോനിതാ കൽപ്പിച്ചിരിക്കുന്നു, സല്ലു അലൈഹി, നബിയുടെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലുവീൻ. എങ്ങനെയാണ് നിങ്ങൾ സലാത്ത് ചൊല്ലുന്നത്? അതിന്റെ രൂപം എന്താണ്? അതിന്റെ കൈഫിയത്ത് എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയുക. ഇവർ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ മുതൽക്ക് ഇന്നക ഹമീദും മജീദ് വരെ നബി പഠിപ്പിച്ച ഒരു സലാത്താണ്. വേറെയും രൂപങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പല രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏത് രൂപത്തിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. പക്ഷേ അതിലൊന്നിലും, വ്യത്യസ്തങ്ങളായ പല രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, അതിൽ ഒരൊറ്റ റിപ്പോർട്ടിൽ പോലും, സഹീഹായ ഒരൊറ്റ ഹദീസിൽ പോലും വന്നിട്ടില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് വന്നിട്ടില്ല. സയ്യിദിന എന്നുള്ള പ്രയോഗം നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സലാത്ത് ചൊല്ലുമ്പോൾ ആവശ്യമില്ല എന്നർത്ഥം. എന്തേ? നബി സയ്യിദിന അല്ലാത്തത് കൊണ്ടല്ല. തീർച്ചയായും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവ് സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്, സംശയമില്ല. പക്ഷേ നിസ്കാരത്തിൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാചകത്തിൽ നമുക്ക് തിരുത്താൻ പാടില്ല. അതിപ്പോ നബി സയ്യിദുന എന്ന് പറയാൻ നബിയുടെ വിനയം കൊണ്ടായിരിക്കും എന്ന് അനുയായികൾ പറഞ്ഞോ? ഇല്ല. ഒരൊറ്റ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്കലാനിക്ക് കിട്ടിയ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നു, ഇങ്ങനെ സയ്യിദിനാ നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നിലും നമുക്ക് സയ്യിദിന കാണാൻ സാധ്യമല്ല.
അത് നബിയുടെ വിനയം കൊണ്ട് നബി ഒഴിവാക്കിയതാണെന്ന് പറയാൻ നിർവാഹമില്ല. കാരണം സ്വഹാബാക്കിറാമും താബീയങ്ങളൊന്നും അത് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പരിപൂർണമായ സ്വലാത്തിന്റെ രൂപം എന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചിരുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് മാത്രമാണ്. അപ്പൊ സയ്യിദിന എന്നുള്ളത് അവിടെ ചൊല്ലേണ്ടതില്ല. നമ്മളൊക്കെ സ്നേഹം വാക്കിലൊതുങ്ങി നിൽക്കുന്ന സ്നേഹമാണല്ലോ. ജീവൻ വേണോ ജീവൻ നൽകാം, രക്തം വേണോ രക്തം നൽകാം എന്ന രൂപത്തിൽ തന്നെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബത്ത് ഇത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ഒരു സ്ഥാനത്തിന് കുറവായിട്ട് അവരാരും കണ്ടില്ല. നബി പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ചൊല്ലും. അപ്പൊ സ്വലാത്തിന്റെ ഈ രൂപത്തിൽ നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ തമ്പുരാനെ. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ. ഇന്നക ഹമീദും മജീദ്. നീ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവനും മഹത്വമേറിയവനുമാകുന്നു. പിന്നെ അല്ലാഹുമ്മ ബാരിക്, നീ ബർക്കത്ത് ചൊരിയണേ റബ്ബേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. ഇബ്രാഹീമിനും കുടുംബത്തിനും ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദും മജീദ്. നീ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവനും മഹത്വമേറിയവനുമാകുന്നു. അപ്പൊ ഇവിടെയും നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ നബിയുടെ കുടുംബം എന്നുള്ളത് കൊണ്ട് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കൾ മാത്രമല്ല, ലോകത്തുള്ള നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളൊക്കെയും ഉൾക്കൊണ്ടുവെന്നാണ്. നബിയുടെ അനുയായികളെയൊക്കെ ആലി മുഹമ്മദിൽ പെടുന്നു. അപ്പൊ നബിക്കും ഗുണം ചെയ്യണേ, നബിയുടെ അനുയായികൾക്കും ഗുണം ചെയ്യണേ എന്ന് പണ്ഡിതന്മാരതിന് അർത്ഥം നൽകിയായി കാണാൻ സാധിക്കും. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ ഓർക്കുന്നു. കാരണം തൗഹീദിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പ്രവാചകന്മാർ. ഇന്ന് നമ്മൾ ഈ നിർവഹിക്കുന്ന നിസ്കാരത്തിലൊക്കെ അവരെ ഓർക്കുന്നു. അവർ വെട്ടിത്തെളിയിച്ച പാതയിലൂടെയാണ് നമ്മൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ഈ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച ആ രഥന്മാരായ ആളുകളെ നമ്മുടെ നിസ്കാരത്തിൽ പടച്ചോനെ നീ അവർക്ക് ഇതിന് കൂലി കൊടുക്കണേ, നീ അവരോട് അനുഗ്രഹം ചെയ്യണേ, നീ അവർക്ക് രക്ഷ നൽകണേ, നീ അവർക്ക് ഗുണം ചെയ്യണേ എന്നിങ്ങനെ ഒരു മുസ്ലിം അവന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിസ്കാരം പിരിയാൻ പോവുകയാണല്ലോ. അപ്പൊ അതിന്റെ അന്തിമഘട്ടത്തിൽ അവൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം തഹിയ്യാത്ത്. ഇപ്പോ അതിൽ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ മറക്കരുത്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ എന്ന് നബി പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ അദാബിൻ നാർ. നരക ശിക്ഷയിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഫിത്നയും ഫസാദും ഉണ്ടാക്കി പുറപ്പെടാൻ പോകുന്ന ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്ന്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് പ്രവാചകൻ സഹാബത്തിനെ പ്രത്യേകം പഠിപ്പിച്ചു. അതാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഖബർ ശിക്ഷ വിശദീകരിച്ചു കഴിഞ്ഞൊരു പരമാർത്ഥമാണ്. എന്തുമാത്രം ഗൗരവമാണ്. ഓരോ നിസ്കാരത്തിലും നമ്മളോട് റസൂൽ എന്ന് പറയാണ്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചോളൂ. ആരും അതിൽ നിന്ന് ഒഴിവല്ല. രക്ഷ ചോദിച്ചോളൂ റബ്ബിനോട് കാഠിന്യത്തിൽ നിന്നൊന്ന് മോചനം കിട്ടാൻ. ഖബർ ശിക്ഷ അതേപോലെ തന്നെ നരകം താങ്ങാൻ കഴിയാത്തതാണ്. മോചനം ചോദിക്കൂ ഏത് സമയവും എന്ന് പ്രവാചകൻ പറയുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കുണ്ട്. മരണനേരവും ഉണ്ടാകും പരീക്ഷണം. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുവരെ നല്ല പ്രവർത്തനം ചെയ്ത് മരിക്കാൻ നേരത്തെ ഒരാൾക്ക് ഈമാൻ കാര്യങ്ങളിൽ വസ്വാസുണ്ടായാൽ പോയില്ലേ കാര്യം. അതുവരെ എല്ലാ കാര്യങ്ങളും നല്ല നിലയ്ക്ക് ചെയ്ത് മരിക്കാൻ കിടക്കുന്ന നേരത്തെ അവന്റെ വിശ്വാസമൊക്കെയാണ് പതറിപ്പോയി. പടച്ചോന്റെ ഒരു മഹത്തായ കാവലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മനുഷ്യന്റെയും അന്ത്യം എങ്ങനെയാണോ അത് പടച്ചോനെ അറിയുള്ളൂ. പടച്ചോനെ എനിക്ക് നല്ല അന്ത്യം തരണേന്ന് ഈ ലോകത്ത് നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, പടച്ചോനെ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ അസ്സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ ഫഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ആരായി പറയുന്നത്? ഏതൊരു പുരുഷന്റെ മനസ്സും പതറിപ്പോകുന്ന മേഖലയിൽ പിടിച്ചു നിന്ന ആ മഹാനായ പ്രവാചകൻ പറയാണ്, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. സ്വഹാബാ കിറാം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. അത് പ്രാർത്ഥിക്കാത്തവരായിട്ട് മുൻഗാമികളിൽ ആരും തന്നെയില്ല. നമ്മൾ അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കുന്നു, മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും റബ്ബേ നിന്നോട് രക്ഷ ചോദിക്കും. ഇനിയും ഒരുപാട് അർത്ഥങ്ങളിലുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്.
അവയുടെയൊക്കെ അർത്ഥം വിശദീകരിക്കാൻ നമ്മുടെ സമയം ഇപ്പോൾ പര്യാപ്തമല്ല. പല നിലക്കും പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി പറഞ്ഞു, ഈ പ്രാർത്ഥന ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. പടച്ചോനെ, എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സീ, ഞാൻ എന്നോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയി, എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയ വ്യക്തിത്വമാണ്. വലംതു നഫ്സീ ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പൊറുക്കാനുള്ള കഴിവ് നിനക്കല്ലാതെ ഇല്ല റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നിന്റെ പക്കൽ നിന്ന് എനിക്ക് പാപമോചനം തരണം, ഈ അടിമയോട് നീ കരുണ കാണിക്കണം, എന്നോട് മാപ്പ് ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയുമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാം വിട്ടുകഴിഞ്ഞു. ദുനിയാവിലും ആഖിറത്തിലും പടച്ചോനെ നല്ലത് തരണേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണേ. അത്തഹിയാത്ത് ഓതി കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ഇതന്നെയാണ് പ്രാർത്ഥിച്ചോളി. ജീവിതത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും നല്ലതായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ സമയത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സലാം വീട്ടുകയാണ്. സലാം വീട്ടുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടൽ നിസ്കാരത്തിൽ നിർബന്ധമാണ്. ഇങ്ങനെ സലാം കൊണ്ടാണ് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നത്. തുടക്കം തക്ബീർ കൊണ്ട് ഒഴിവാകലോ തസ്ലീം കൊണ്ടും സലാം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വലതു ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും, പിന്നെ ഇടത് ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. ചില ഘട്ടങ്ങളിൽ നബി ഒന്നാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഒന്നാമത്തെ സലാമിൽ മാത്രം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു ചിലപ്പോ എന്ന് സഹീഹായ ഹദീസ് അബൂദാവൂദും ഇബ്നു ഖുസൈമയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ആൾക്കാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വസ്വാസ് ഉണ്ടാകേണ്ടതില്ല. അതും സഹീഹായ ഹദീസിൽ വന്നത് തന്നെയാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം സമയങ്ങളിലും റസൂലുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ്? നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് നമ്മൾ ഇതുവരെ വേറൊരു ലോകത്തായിരുന്നു, ഇനി പഴയ ലോകത്ത് തന്നെ തിരിച്ചു വരികയാണ്. നമ്മുടെ കൂടെയുള്ള ഇമാമ്, നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന ആൾക്കാർ, ലോകത്തുള്ള എല്ലാവരും നമ്മൾ അവർക്കൊക്കെ വേണ്ടി സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ വലത്തുഭാഗത്തിരിക്കുന്നവർക്കും ഇടത്തുഭാഗത്തിരിക്കുന്നവർക്കും, ഇനി ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള മലക്കുകൾക്ക് വേണ്ടിയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് പറയുന്നതോടുകൂടി നമ്മൾ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചെറിയ നിലക്കുള്ളൊരു വിശദീകരണം ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിഞ്ഞാലും ഇനിയും ചില പ്രധാനപ്പെട്ട സുന്നത്തുകൾ നിർവഹിക്കാനുണ്ട്. അവയെ സംബന്ധിച്ചും മറ്റ് ഈ വിഷയത്തിൽ ഇനി നിങ്ങൾക്കുണ്ടായേക്കാവുന്ന മറ്റ് സംശയങ്ങൾക്കും ജമാഅത്ത് നമസ്കാരം, ജുമുഅ, പെരുന്നാള്, പിന്നെ ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അള്ളാഹു അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നല്ലതായ രൂപത്തിൽ നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സാലിഹീങ്ങളായി ജീവിച്ച് എല്ലാ സാലിഹീങ്ങളുടെയും പ്രാർത്ഥനക്ക് അർഹരായി തീരുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. കബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ശരീഫിനെ കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് പാപമുക്തമായ ഒരു ജീവിതത്തിന് അർഹരായി തീരുന്ന ശുദ്ധരിൽ ശുദ്ധരായി തീരുവാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു സുഖവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا لا تؤاخذنا ان نسينا او اخطأنا. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.